Good afternoon. Good afternoon. Okay, good afternoon all. Good afternoon, ma'am. Prayer ആരെങ്കിലും പറയുന്നുണ്ടോ? എപ്പോഴാണോ? ഞാൻ പറയാം. Oh God, thank you for the gift of this new day. Please guide my steps, protect me from harm, and fill my heart with your peace and love. Thank God. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് ഏതായിരുന്നു? പൊസസീവ്നെസ് വരെയും പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലെ? കംപ്ലീറ്റ് ആക്കിയോ പൊസസീവ്നെസ്? ഇനി ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ് കേട്ടോ. നമ്മളെ കുട്ടികളെ കമ്പയർ ചെയ്യാറുണ്ടോ? നമ്മുടെ കുട്ടീനെയും മറ്റു കുട്ടികളായിട്ട് കമ്പയർ ചെയ്യാറുണ്ടോ? അങ്ങനെ ചെയ്യുന്ന പാരന്റ്സ് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടാ. ശരിക്കും പറഞ്ഞ കമ്പാരിസൺ നമ്മുടെ കുട്ടീനെ വെച്ച് മറ്റൊരു കുട്ടീനെ കമ്പയർ ചെയ്യുമ്പോൾ അവൻ ഫീൽ ചെയ്യാം എന്താണ്, നമ്മുടെ അമ്മയ്ക്ക് അല്ലെങ്കിൽ പാരന്റ്സിന് വേണ്ടത് എന്നെയല്ല, ആ ഒരു കുട്ടീനെ പോലുള്ള ഒരു കുട്ടീനെയാണ് വേണ്ടത്. അല്ലെങ്കിൽ അവന് ആ ഒരു സെൽഫ് കോൺഫിഡൻസും സെൽഫ് എക്സ്റ്റീം ഒക്കെ കുറയാനാണ് കമ്പാരിസൺ കാരണമാകുന്നത്. നമുക്കറിയാലോ കുട്ടികളുടെ ഫീലിംഗ് ആയിരിക്കും വെരി സെൻസിറ്റീവ് ആണ്. നമ്മൾ അവരുടെ ഫീലിങ്സ് കൺസിഡർ ചെയ്യണം. ഓരോ കുട്ടിയുടെയും ഫീലിങ്സിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. സോ നമ്മൾ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് പറയുന്നത് ശരിക്കും അഡൾട്ടാണ് കുട്ടിയിലേക്ക് എന്ത് ചെയ്യുന്നത്, ഇമ്പോസ് ചെയ്യുന്നത്. സോ കമ്പാരിസൺ മെയിൻ ഒരു റീസൺ ആണ്. നമ്മൾ കുട്ടീനെ മറ്റൊരു കുട്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിസൺ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ ആണ്. ഇപ്പം ഒരു കുട്ടി, ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത് കേട്ടോ. ഒരു കുട്ടി അവരുടെ ടേം എക്സാമിന് ഫെയിൽ ആയിട്ടോ. ടേം എക്സാമിന് ഫെയിൽ ആയി. ഫസ്റ്റ് ടൈം എക്സാം കണ്ടക്ട് ചെയ്തപ്പോ ഫെയിൽ ആയി. അപ്പൊ സാധാരണ ഫെയിൽ ആയി കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, ഈ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു നീ അടുത്ത എക്സാമിന് പാസ്സായാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല, ഫുള്ളായിട്ട് മാർക്കൊന്നും വാങ്ങിക്കേണ്ട, നീ എനിക്ക് പാസ്സായാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പാസ്സാവാനായിട്ട് എത്ര മാർക്ക് വേണം? 18 മാർക്ക് വേണം. ഈ കുട്ടിക്ക് ഇപ്രാവശ്യം കിട്ടിയത് 9 മാർക്കാണ്. സോ അവൻ നല്ല രീതിയിൽ എഫേർട്ട് എടുത്ത് എന്ത് ചെയ്തു, അവൻ പാസ്സായിട്ടാ. ആ ഒരു എക്സാമിന്, അടുത്ത എക്സാമിന് അവൻ അത് പാസ്സായി. രണ്ടാമത് അപ്പൊ പാസ്സായി കഴിഞ്ഞ ഞാൻ പാസ്സായി എന്ന് പറഞ്ഞിട്ട് അവൻ സന്തോഷത്തോടെ അച്ഛനടുത്ത് പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഓ നീ പാസ്സായല്ലേ, അടുത്ത പ്രാവശ്യം മാത്സ് എക്സാം ആണ്, അടുത്ത പ്രാവശ്യം നീ ഒരു 25 മാർക്സ് വാങ്ങിക്കണം കേട്ടോ. എത്ര മാർക്കാണ്? 25 മാർക്സ്. അത്രയും 18 25 അധികം എന്തില്ല, ശരിയാ. അപ്പൊ അവൻ എന്ത് ചെയ്തു, അടുത്ത എക്സാമിന് നല്ല രീതിയിൽ എഫേർട്ട് എടുത്തു. ആ 25 അടുത്തുള്ള ഒരു മാർക്ക് അവൻ സ്കോർ ചെയ്തു. അവന്റെ അച്ഛൻ അടുത്തൊരു സ്റ്റാൻഡേർഡ് 30 വാങ്ങിക്കണം കേട്ടോ. അപ്പൊ 30 അവന് പെട്ടെന്ന് ആ ഒരു മാർക്കിൽ നിന്ന് പെട്ടെന്ന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കായിരുന്നു. അതുകൊണ്ട് 30 അവൻ വാങ്ങിച്ചു. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് അറ്റൈനബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യണം. ഒരു കുട്ടിനോട് ഇപ്പൊ ഫെയിൽ ആയ ഒരു കുട്ടിനോട് അടുത്ത പ്രാവശ്യം നീ ആയിരിക്കണം ക്ലാസ് ഫസ്റ്റ് എന്ന് പറയുന്നത് അവനൊരു ബേർഡനാണ് അല്ലേ? നോർമലി അതൊരു ബേർഡൻ അല്ലേ? ഒറ്റയടിക്ക് അങ്ങനെ പറയാണ് നീ അടുത്ത പ്രാവശ്യം ക്ലാസ് ഫസ്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ വാൺ ചെയ്യാണ്, അല്ലെങ്കിൽ ഭീഷണി ഇങ്ങനെ കമ്പല് ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞത് എന്താണ്, കുട്ടിനെ സംബന്ധിച്ച് ബേർഡനാണ്. പക്ഷെ നമ്മൾ കുട്ടിക്ക് അനുസരിച്ച്, കുട്ടിയുടെ ഡെവലപ്മെന്റിന് അനുസരിച്ച് അവന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഫിക്സ് ചെയ്യാനായിട്ട്. നമുക്കറിയാം നമ്മുടെ ഓരോ കുട്ടികളും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോരുത്തരുടെ കഴിവും സ്വഭാവവും എന്ത് നോക്കിയാലും എന്താണ്, എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സോ അവരുടെ കഴിവിനനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമ്മള് കുട്ടികളുടെ ഫീലിങ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കുട്ടികളുടെ ഫീലിങ്സ് എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഒരു കാരണവശാലും നമ്മൾ കുട്ടീനെ കമ്പയർ ചെയ്യാൻ പാടില്ല. നമ്മൾ കുട്ടീനെ മറ്റൊരു കുട്ടി വെച്ചിട്ട്, മറ്റൊരു കുട്ടി ഇപ്പൊ നന്നായിട്ട് മാർക്കൊക്കെ വാങ്ങിക്കുന്ന ഒരു കുട്ടീനെ വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. സോ ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവൻ ഡീവിയേറ്റ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അവൻ ആ ഒരു നോർമൽ ലൈനിൽ നിന്ന് ഡീവിയേറ്റഡ് ആവാനുള്ള ചാൻസ് എങ്ങനെയാണ്, കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ടൈമിലി നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ഇന്റർവെൻഷൻ ചെയ്ത് അത് കണ്ടെത്തി അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ചില കുട്ടികൾ മാർക്കും കാര്യങ്ങളും സ്കോർ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ അവരെ വഴക്ക് പറയല്ല വേണ്ടത്. എന്താണ് അവന്റെ പ്രശ്നം,
എന്ന് ഐഡന്റിഫൈ ചെയ്യും. അതിനുള്ള സൊല്യൂഷനാണ് കണ്ടെത്തുന്നത്. ചിലപ്പോൾ എല്ലാ കുട്ടികളും എന്താ പറയാ പല പല കഴിവുകളുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ പഠിക്കാനായിട്ട് കഴിവുണ്ടാവണമെന്നില്ല. അവന്റെ കഴിവ് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിനെ കുറിച്ചിട്ടാണ്. ചിൽഡ്രൻസ് ആർ വെരി സെൻസിറ്റീവ്. കുട്ടികൾ എന്ന് പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണ്. അവരുടെ ഫീലിങ്സിന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവര് കുറച്ച് സമയമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് അറ്റൻഷനാണ് അവർ സീക്ക് ചെയ്യുന്നത്. നമ്മളുടെ കെയറും അഫെക്ഷനും അറ്റൻഷനും ഒക്കെയാണ് അവർക്ക് വേണ്ടത്. സോ നമ്മളത് സ്പെൻഡ് ചെയ്യാം. When the adult considers the child with a contempt, the child may feel like a failure. എന്നുവെച്ചാൽ അഡൽട്ട് മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അഡൽട്ട് നമ്മുടെ കുട്ടീനെ മറ്റൊരാളായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവന് ഫീലിംഗ് എന്തായിരിക്കും, ഫെയിലിയർ ആയി എന്നുള്ള ഫീലിംഗ് ആയിരിക്കും. ഇൻ ദ ടൈം ചിൽഡ്രൻ എൻവോൾവ് ലോ എക്സ്റ്റീം. ഇങ്ങനെയുള്ള ടൈമുകളിൽ കുട്ടികൾക്ക് ലോ എക്സ്റ്റീം ആയിരിക്കും. അതേപോലെ തന്നെ ആൻഡ് പുവർ സെൽഫ് കോൺഫിഡൻസ്. എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്കത് ചെയ്യാനുള്ള കഴിവില്ല എന്നൊക്കെ ഉള്ള ഫീലിംഗ് അവരുടെ മനസ്സിൽ ആ ചെറുപ്പത്തിലെ തന്നെ ഉറച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ദേ ഹേർട്ട് ബൈ ദ വേ ദ അഡൾട്ട് ട്രീറ്റ് ദം. അതേപോലെ തന്നെ കുട്ടീനെ എങ്ങനെയാണോ അഡൾട്ട് ട്രീറ്റ് ചെയ്യുന്നത് അത് കുട്ടിക്ക് ഇഷ്ടമല്ലായിരിക്കും. ദ ടീച്ചർ മസ്റ്റ് പ്ലാൻ ഫോർ ഡെവലപ്മെന്ററി ആക്ടിവിറ്റി. ഓക്കെ, കൂടുതലായിട്ടുള്ള പ്രശ്നമാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പാരന്റ്സ്, എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ നമ്മളോട് ഷെയർ ചെയ്തിട്ടുണ്ടോന്ന് അറിയില്ല, പക്ഷെ ഞാൻ പറയാം. ഒരു കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിക്കുന്ന കുട്ടിയാണ്, കുഴപ്പമില്ല, ഒരു ആവറേജ് ആണ്. ആ കുട്ടിയുടെ പാരന്റ് എന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, മിസ്സേ എന്റെ മോൻ പഠിക്കുന്നത് ഇവിടെയാണ്, എന്റെ മാത്സ് ഇന്നതാണ് സബ്ജക്ട് പഠിക്കുന്നത്, അതേപോലെ ഇവിടുത്തെ ക്ലാസ് ഫസ്റ്റിന്റെ കുട്ടി പഠിക്കുന്നത് എവിടെയാണ്, ഇവിടെ തന്നെയാണ്, അതേപോലെ ട്യൂഷൻ ക്ലാസ് രണ്ടുപേരെ സെയിം ആണ്. എന്നിട്ട് എന്താ എന്റെ മോന് മാത്രം മാർക്ക് കുറവ് എന്ന് നമ്മളോട് ചോദിക്കുകയാണ്. അപ്പോ അത് മനസ്സിലാക്കി എടുക്കണ്ടേ, ഓരോ കുട്ടികളും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടികൾക്കും അവരുടേതായ കഴിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഒരു എൻറ്റയർലി ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു കുട്ടീനെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞത് അവന് എത്ര സ്റ്റാൻഡേർഡ് 7th പഠിക്കാം. അവന് രാവിലെ അമ്മ 4 മണിക്ക് എഴുന്നേൽപ്പിക്കും. രാവിലെ 4 മണിക്ക് എഴുന്നേൽപ്പിച്ചിരുത്തി മാത്സ്, അമ്മയ്ക്ക് മാത്സ് പെർഫെക്റ്റ് ആണ്, മാത്സ് പഠിപ്പിക്കണം, അതാണ് നിർബന്ധം. മാത്സിന് മാർക്ക് കുറയാൻ പാടില്ല, മാത്സ് കമ്പൽസറി ആയിട്ട് പഠിപ്പിക്കും. ഭയങ്കര നിർബന്ധമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യിക്കും. അങ്ങനെയാണ്. അപ്പൊ ഇവര് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ മാത്സ് എക്സാം അത് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ടൈമില് എക്സാം അവനെ എഴുതാൻ പറ്റിയില്ല. കാരണം എന്താണ്, ഈ ഒരു പ്രശ്നം വന്നിട്ട് ഈ ഒരു ടെൻഷനാണ്. കാരണം ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ എന്ത് ചെയ്യും, നല്ല രീതിയിൽ പണിഷ് ചെയ്യുന്നുള്ള പേടി കൊണ്ട് മാത്സ് എക്സാം എഴുതാൻ പറ്റില്ല. ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. വന്നിട്ട് ഈ പാരന്റിനോട് പറഞ്ഞു കൊടുത്തു, ഇന്നതാണ് മോനെ പറ്റിയ പ്രശ്നം, അവൻ പേടി കൊണ്ടാണ് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. എന്നിട്ട് ഈ പനിയുള്ള കുട്ടീനെയും കൊണ്ട് അമ്മ വന്നിരുന്നു എക്സാം എഴുതിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, എഴുതിച്ചു. പക്ഷെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. അതേപോലെ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മള് കുട്ടികളുടെ കഴിവിനനുസരിച്ച് അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് വേണം നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യാനായിട്ട് വളർത്താൻ. അതേപോലെ തന്നെ അവരുടെ വർക്കും കാര്യങ്ങളും നമ്മൾ റെസ്പെക്ട് ചെയ്യാം. അതേപോലെ ഞാൻ ആ സമയത്ത് ആലോചിച്ചിരുന്നു. കാരണം 10ാം ക്ലാസ്സിൽ പോലും അല്ല, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെയാണ് ഇത്ര നേരത്തെ എഴുന്നേൽപ്പിച്ചിരുത്തി അമ്മ മാത്സ് ചെയ്യിക്കുന്നത്. അതിനേക്കാൾ കോമഡി എന്താണെന്ന് വെച്ചാല് അമ്മ ടീച്ചറാണ്. അപ്പൊ അമ്മയ്ക്ക് എന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചും കൂടി വെയിറ്റ്, എന്റെ മോൻ മാത്സിന് എന്താ പറയാ പെർഫെക്റ്റ് ആണെന്ന് പറയിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കുട്ടിയുടെ ഫീലിങ്സും കുട്ടികളുടെ ഇതൊക്കെ മനസ്സിലാക്കി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അവർക്കതൊരു വിഷമത്തിനും പുവർ കോൺഫിഡൻസ് വരാനുള്ള കാരണമാകും. പെട്ടെന്ന് ഹേർട്ട് ആവും. കാരണം അഡൾട്ട് എങ്ങനെയാണ് കുട്ടീനെ ട്രീറ്റ് ചെയ്യുന്ന രീതി അത് നോക്കിയിട്ടാണ് കുട്ടികൾ പെട്ടെന്ന് ഹേർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ അവരുടെ ഫീലിങ്സ് റെസ്പെക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. The teacher must plan for developmentary activities for the children. നമ്മൾ ഡെവലപ്മെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. The aim of each activity must be attainable. അവന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കണം. അത് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം ഫിക്സ് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ കേസിൽ ഒരു അച്ഛന്റെയും മോന്റെയും കാര്യം പറഞ്ഞില്ലേ, അച്ഛൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ മോൻ എന്താണ് ഫെയിലായി, ഫെയിലായിട്ട് അച്ഛൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്താണ് അച്ഛൻ വന്നിട്ട് അവനോട് പറയുന്നത്, എടാ നീ ഫെയിലായത് കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നീ ഒന്ന് പാസ്സായാൽ മതി, ഇപ്പൊ ഇങ്ങനെ പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തപ്പോ അവൻ എന്ത് ചെയ്തു, അടുത്ത പ്രാവശ്യം പാസ്സാവുകയാണ് ചെയ്തത്. പിന്നത്തെ പ്രാവശ്യം അച്ഛൻ പറഞ്ഞത് 25 മാർക്ക് വാങ്ങിക്കുന്നേ,
കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ കുഴപ്പമില്ല, അവരുടെ ക്ലാസ്സിലെ ലാസ്റ്റ് എന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തപ്പോൾ അവൻ 25 മാർക്സ് വാങ്ങിച്ചു. പതിയെ പതിയെ എന്ത് ചെയ്തു, സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ട് വരാണ് ചെയ്തത്. അതിൽ അവന് നല്ല മാറ്റം ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് ആ അച്ഛൻ 35 മാർക്ക് വാങ്ങിക്കണം അല്ലെങ്കിൽ 45 മാർക്ക് വാങ്ങിക്കണം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു കാരണവശാലും ആ കുട്ടിക്ക് അങ്ങനെ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടായിരുന്നില്ല. But teachers should respect the work of the standard should not be set too high. കുട്ടികൾക്ക് സ്റ്റാൻഡേർഡ് ഒരുപാട് ഉയർത്തി വെക്കരുത്. ഒരുപാട് അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ടീച്ചേഴ്സ് ഷുഡ് റെസ്പെക്ട് ദ വർക്ക് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടികളുടെ വർക്ക് ടീച്ചർ എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. ഇഫ് ദ ചൈൽഡ് ഗെറ്റ്സ് ഇറ്റ്സ് റോങ്, ഒരു കുട്ടി തെറ്റിപ്പോയി എന്ന് വിചാരിക്കുക, നമുക്ക് എങ്ങനെയാണ് അത് കറക്റ്റ് ആയിട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് ഷോ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഷോ ഹിം ഹൗ ഹി ക്യാൻ അക്കോംപ്ലിഷ് ഇറ്റ്. അവന് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാനായിട്ട് നോക്കാം. ഓക്കെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വൺ ഓഫ് ദ ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്, നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നെക്സ്റ്റ് ഒരു ഡീവിയേഷൻ ഫിയർ ആണ്. ഫോബിയാസ് ഇല്ലേ, ഫിയർ കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടോ? ഫിയറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഭയങ്ങള്. ഓക്കെ, ഈ ഫിയർ എന്ന് പറയുന്നത് ശരിക്കും അഡൾട്ട് ആണ്, ഇൻജൂറിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല കേട്ടോ, ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഫിയർ. ഈ അഡൾട്ട് കുട്ടിയിലേക്ക് പാസ് ചെയ്യുന്ന ഒരു വികാരമാണ് ഫിയർ അല്ല ഫിയർ. സോ നമ്മൾ ഭക്ഷണം കഴിക്കാതെ ആവുമ്പോ, നമ്മള് മക്കള് ഭക്ഷണം കഴിക്കാതെ ആവുമ്പോ, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കൊക്കായ വന്ന് പിടിച്ചോണ്ട് പോകും, അല്ലെങ്കിൽ ഇന്ന പേരൊക്കെ പറഞ്ഞിട്ട് വന്ന് പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞു കൊടുക്കാറില്ലേ? അത് ചെറിയ ചെറിയ ഭയങ്ങൾ നമ്മൾ അവരിലേക്ക് എന്ത് ചെയ്യുന്നതാണ്, ഇൻസ്റ്റോൾ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ ഇൻജെക്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പൊ ചിലപ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു കുട്ടീനെ ഭക്ഷണം കൊടുക്കുമ്പോ അങ്ങനെ പറയും, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വെളിച്ചപ്പാട് ഇങ്ങനെ കൊണ്ടുപോകും എന്ന് പറയും. ഒരു പ്രാവശ്യം വെളിച്ചപ്പാടിനെ കണ്ട് കരഞ്ഞപ്പോ അമ്മക്ക് മനസ്സിലായി വെളിച്ചപ്പാടിനെ അവൾക്ക് പേടിയാണ്. ആ ഒരു റെഡ് കളറിലെ ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോ അത് പേടിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അമ്മ ഭക്ഷണം കൊടുക്കുമ്പോ പറഞ്ഞിരുന്ന വെളിച്ചപ്പാട് ഇന്ന് കൊടുക്കും എന്ന്. അപ്പൊ എന്താണ്, ഈ കുട്ടി എപ്പോ ഈ വെളിച്ചപ്പാടിനല്ലാത്ത രീതി കാണും അല്ല, എന്നുവെച്ചാല് നമ്മൾ പറയുന്ന പോലെ എന്താ പറയാ, അവർ ആ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമിൽ അല്ലാണ്ട് കാണുന്ന സമയത്ത് പോലും ഭയങ്കര കരച്ചിലും ബഹള. കാരണം ഇവര് റിലേറ്റീവ്സ് ആണ്. ഈ കുട്ടിയുടെ ഒരു അകന്ന റിലേറ്റീവ് തന്നെയാണ് ഈ വെളിച്ചപ്പാടായിട്ട് പോണത്. പക്ഷെ അപ്പോ ഈ കുട്ടിക്ക് ആ ഒരു വെളിച്ചം കാണുമ്പോ ഭയങ്കര കരച്ചിലും പ്രശ്നവും. അത് കുറച്ചുകൂടി സീരിയസ് ആയി. കാരണം ഈ ഒരു ഫോബിയ എന്ന് പറയുന്നത് പാസ് ചെയ്തിരിക്കുന്ന ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആ ഒരു ഫിയർ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇനി എന്റെ ഒരു ഫിയർ പറയാം. എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാ. ഭയങ്കര പേടിയാ. ഇത്രയും വലിയ ഒരാളല്ലേ ഞാൻ, ഇത്രയും മുതിർന്ന ഒരു കുട്ടിയായിട്ട് പോലും എനിക്ക് എന്താണ് ഹൈറ്റ് എന്ന് പറയുന്നത് ഭയങ്കര പേടിയാ. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് എന്റെ ഹൈറ്റിനോടുള്ള ഭയം ഫുള്ളായിട്ട് ഓവർകം ചെയ്തു, ഞാൻ ഓക്കെ ആണ് എന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ ഞാൻ അത് ഐഡന്റിഫൈ ചെയ്തു, എന്റെ ഫിയർ അങ്ങനെ പോയിട്ടില്ല, അത് അവിടെ തന്നെ ഭദ്രമായിട്ടുണ്ട്. കാരണം ഞാനൊരു ലാസ്റ്റ് ഒരു 3 or 4 months മുമ്പ് ഈ ഒരു ഹൈറ്റ് എന്താ പറയാ സ്റ്റെയർ കയറേണ്ടി വന്നു. സ്റ്റെയർ കയറുന്ന വെച്ചാൽ സാധാരണ സ്റ്റെയർ എനിക്ക് നോർമലാണ്, നമ്മളിപ്പോ കുഴപ്പമില്ലാത്ത രീതിയിൽ കയറും. ഇത് അത്യാവശ്യം നല്ല ഉയരത്തിലേക്ക് ഞാൻ സ്റ്റെയർ തന്നെ കയറേണ്ടി വന്നു. സോ ആ സമയത്ത് എന്റെ കാലം നമ്മള് ഫിയർ എന്ന് പറഞ്ഞ ഫീലാണ്, പേടിയും ഭയവും ഒക്കെ കൂടി വന്നിട്ട് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു. കാരണം ലിഫ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. നോർമലി ഞാൻ ഈ സ്റ്റെയർ അവോയ്ഡ് ചെയ്തിട്ട് ലിഫ്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. സാധാരണ എവിടെ ഞാൻ ലിഫ്റ്റ് തന്നെ യൂസ് ചെയ്യാറ്, സ്റ്റെയർ അധികം യൂസ് ചെയ്യാറില്ല. സോ അപ്പോ എനിക്ക് ഭയങ്കര പേടിയാണ് ഹൈറ്റ് എന്നുള്ളത്. അപ്പൊ അത് എങ്ങനെ വന്നതെന്ന് ഞാൻ ഐഡന്റിഫൈ ചെയ്തെടുത്തോട്ടെ. എനിക്ക് എങ്ങനെ ഈ ഹൈറ്റിനോട് ഇത്ര ഭയം വന്നേന്നുള്ളത് ഞാൻ ഐഡന്റിഫൈ ചെയ്തെടുത്തു. കാരണം ചെറുപ്പത്തില് ഞാൻ ഇതേപോലെ ഇങ്ങനെയല്ലായിരുന്നു, കുറച്ച് കുറുമ്പിയായിരുന്നു. എന്നുവെച്ചാല് എന്താ പറയാ, എവിടെ വേണമെങ്കിലും വലിഞ്ഞു കയറും, മുകളിൽ നിന്ന് എടുത്ത് ചാടും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്ത സമയത്ത് ഞാൻ ഒരു മുകളിൽ നിന്ന് ഇങ്ങനെ വീണു. എനിക്ക് സ്റ്റിച്ച് ഉണ്ട് വന്നു, ഈ താടിയുടെ ഇവിടെ ഇട്ട് 2 സ്റ്റിച്ച് ഉണ്ട്, അവിടെ കുരിശുമാർക്ക് പോലെ സ്റ്റിച്ച് ഉണ്ട്. അപ്പോ ആ സമയം മുതൽ അമ്മയ്ക്ക് പേടിയാണ്, ഞാൻ വീഴുമെന്നുള്ള പേടിയാണ്. അപ്പൊ അമ്മ പറയും, നീ മുകളിൽ കയറി കഴിഞ്ഞാൽ മൊത്തമായിട്ട് ഇടിഞ്ഞു വീഴും, നീ താഴത്ത് നിൽക്ക് എന്ന് അമ്മ തമാശക്ക് പറയുമായിരുന്നു. ഞാൻ എന്നെ മുകളിലൊന്നും പഠിച്ചു കയറാതിരിക്കാൻ വേണ്ടി, സ്റ്റെയറിലൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ മുകളിലോട്ട് കയറിയത് ഇടിഞ്ഞു വീഴുന്ന വീഴാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അമ്മയുടെ ഒരു മൈൻഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ മുകളിൽ കയറി എന്തെങ്കിലും പറ്റുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെ പേടിപ്പിച്ച് നിർത്തുന്നതായിരിക്കും എന്നായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു ഭയം ചെറുപ്പം മുതലേ ഫോളോ ചെയ്തു. എനിക്ക് സ്റ്റെപ്പ് കയറാനുള്ള പേടി, ഹൈറ്റിനോടുള്ള പേടി, ഉയരത്തിൽ നിന്ന് ചാടാൻ പേടിയാണ്. നമ്മൾ സാധാരണ ഒന്ന് ജസ്റ്റ് ജമ്പ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭയം ഉള്ളില്
ഉണ്ട്. നമ്മള് എന്താ പറയാ, ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കര ഭയോ, ഹൈറ്റ് ഭയങ്കര പേടിയാ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹാംഫുള്ളോ നോട്ട് ഇൻജൂറിയസ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. പക്ഷെ നമ്മൾ എമർജൻസി സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് കയറിയേ പറ്റൂ എന്ന് പറയുമ്പോഴും എന്റെ മനസ്സിലാവും ഒരു ഭയം അങ്ങനെ കിടക്കും. അപ്പൊ ഈ കുട്ടികളിൽ ഈ ഫോബിയ ഇൻജെക്ട് ചെയ്യുന്നത് ആരാണ്? പാരന്റ്സ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ പ്രൊട്ടക്ഷനും പ്രിവെൻഷനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഭയവും കാര്യങ്ങളൊക്കെ നമ്മൾ പാരന്റ്സ് ഇൻജെക്ട് ചെയ്യുന്നത്. ഹാംഫുൾ ആവാനായിട്ട് പാടില്ല എന്നുള്ളൂ. ഒരുപാട് ഹാംഫുൾ ആവാൻ പാടില്ല. അതേപോലെ തന്നെ എന്റെ ഓൺ എക്സ്പീരിയൻസ് ഞാൻ വേറൊന്നും കൂടി പറയാം. എന്റെ മോള് ഈ രാത്രി ഉറക്കത്തിൽ കരയും, ഭയങ്കരമായിട്ട് കരച്ചിലാണ്. ചില ചില ദിവസങ്ങളിൽ മാത്രം ഭയങ്കര കരച്ചിലായിരിക്കും, പേടിച്ച് കരയില്ലേ നമ്മള്. അപ്പൊ ഞാനിപ്പോ ഒന്ന് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി, അങ്ങനെ പേടിച്ച് കരയുന്ന ദിവസങ്ങളിൽ എന്റെ ഹസ്ബൻഡ് കഥ പറഞ്ഞു കൊടുക്കും. ആൾ പറഞ്ഞാൽ ഭയങ്കര ഇമാജിനേറ്റീവ് ആയിട്ട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കൂട്ട. അപ്പൊ മാഷ് പറഞ്ഞു കൊടുക്കുന്ന കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേതത്തിന്റെ കഥയായിരിക്കും. പ്രേതം അങ്ങനെ ഭയങ്കര എന്താ പറയാ, റിയലിസ്റ്റിക് ആയിട്ട് ആൾക്ക് ഒരു ക്വാളിറ്റിയാണ്. ഒരു കാര്യം അത് നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്ത് കഥ പോലെ പറഞ്ഞു കൊടുക്കും. പ്രേതത്തിന്റെ ഒക്കെ കഥ പറഞ്ഞത്. ഈ കഥ കേട്ട് നടന്നുറങ്ങുന്ന ദിവസം അവള് കരയും. ഞാൻ പറഞ്ഞു മാഷിന്റെ അടുത്ത്, പക്ഷെ ഇന്നതാണ് പ്രശ്നം, അവൾ ഇന്ന് രാത്രി കരഞ്ഞു. എന്തുകൊണ്ടാണ് മാഷ് ഇങ്ങനെ പേടിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ്, അവളത് മനസ്സിലിട്ടിട്ടാണ് കടന്നുറങ്ങുന്നത്, അതുകൊണ്ടാണ് കരയുന്നത്. മാഷ് സമ്മതിച്ചില്ല, അതുകൊണ്ടല്ല, അത് കൊച്ചു കരയും രാത്രി അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇന്ന് കഥ പറഞ്ഞു കൊടുക്കും, ഇന്ന് കരയുന്നത് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അന്ന് കഥ പറഞ്ഞു കൊടുത്ത്. പക്ഷെ അന്ന് നല്ല കരച്ചിൽ, നല്ല ഒരു ഞെട്ടിക്കരയും ആള്, രാത്രി ഞെട്ടിക്കരയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് സംഭവം. എന്നിട്ട് വിശ്വസിച്ചില്ല. പറഞ്ഞു പിറ്റേ ദിവസം കഥ പറയരുത്, എന്നിട്ട് അവൾ ഉറങ്ങട്ടെ, സാധാരണ നോർമലായിട്ട് ഉറങ്ങിപ്പോണത് പോലെ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞു. അവൾ ഉറങ്ങി. അന്ന് കരഞ്ഞില്ല. പിന്നെ ഞാൻ ഈ രാത്രി കാലങ്ങളിൽ പറഞ്ഞു കൊടുക്കുന്ന കഥകളില്ലേ, അത് പതുക്കെ പതുക്കെ കുറച്ച് പേടിപ്പെടുത്തുന്ന കഥകൾ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കും കേട്ടോ. മോറൽ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ രാത്രി ഒരു 1, 2, 3 ഒക്കെ പറഞ്ഞു കൊടുത്താലേ ഉറങ്ങുള്ളൂ. അങ്ങനെ സ്റ്റോറികൾ പറയും, പേടിപ്പെടുത്തുന്ന കഥകൾ പറയില്ല. അവർക്കും ഇൻട്രസ്റ്റ് ആണ് ഈ പ്രേതത്തിന്റെ കഥയും ഭൂതത്തിന്റെ കഥയൊക്കെ. ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ട് കേട്ടിരിക്കും, ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ കഥകൾ പറഞ്ഞു കൊടുക്കാനായിട്ട്. കാരണം അത് നമ്മൾ ചെറുതായിട്ടായിരിക്കും കുട്ടിയുടെ മനസ്സിലേക്ക് ആ ഒരു പേടിയും ഭയവും എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. പക്ഷെ അത് കുട്ടീനെ നല്ല രീതിയിൽ അഫക്ട് ചെയ്യും. അതേപോലെ തന്നെ കുട്ടികളോട് ഇരുട്ടത്ത് പോവരുത്. അവിടെ നമ്മൾ ഇരുട്ടിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വേറെ ഒന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇരുട്ടത്ത് കോക്കാച്ചി ഉണ്ട്, അതുണ്ട് ഇതുണ്ടെന്ന് പറയുന്നത്. പിന്നീട് ആ കുട്ടിക്ക് ഇരുട്ടിനോട് തന്നെ ഭയമാവും അല്ലെ, ഇരുട്ടത്ത് പോവാനേ പേടിയായിരിക്കും. അപ്പൊ നമ്മള് ഇൻജൂറിയസോ ഹാർംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു ഡീവിയേഷൻ ആയിട്ട് മാറും. ആ ഒരു ഫിയർ എന്ന് പറയുന്നത് അവരിലൊരു പ്രത്യേക ഡീവിയേഷന് കാരണമാകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. അഡൾട്ട് മേ പാസ് എ ഫിയർ ഓർ ഫോബിയ ടു ദ ചൈൽഡ്. ആരാണ്? മുതിർന്നവരാണ് കുട്ടികൾക്ക് ഈ ഫിയറും ഈ ഫോബിയാസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, പാസ് ചെയ്യുന്നത്. ഓഫ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ഇൻജൂറിയസ് ഓർ ഹാർംഫുൾ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻജൂറിയസോ ഹാർംഫുള്ളോ ഒന്നുമല്ല, പക്ഷേ അത് കുട്ടിയിലേക്ക് പാസ് ചെയ്യുമ്പോൾ കുട്ടിക്ക് അത് അഫക്ട് ചെയ്യുന്നുണ്ട്. സംടൈം അഡൾട്ട് ടെൽ ചിൽഡ്രൻ സ്റ്റോറി ടു സ്കേഴ്സ് ദം ഡൂയിങ് സംതിങ്. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ വേഗം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് നമ്മൾ പേടിപ്പെടുത്തുന്ന കഥകൾ പറഞ്ഞു കൊടുക്കും അല്ലെ. അത് അങ്ങനെ വരുന്നത് കുട്ടികളിൽ പിന്നീടായാലും ആ ഭയം ക്രിയേറ്റ് ചെയ്യാനായിട്ട് കാരണമാകും. എവ്രിവൺ ഹാസ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ നാച്ചുറൽ പ്രിസർവേഷൻ അഗെയിൻസ്റ്റ് ഡേഞ്ചറിനെ കുറിച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എല്ലാവരും. അതല്ല ഞാൻ പറയുന്നത്, സ്കേഴ്സ് ചെയ്യുന്നതല്ല പറയുന്നത്. ഈ പേടിപ്പെടുത്തുന്ന കഥകളൊക്കെ പറഞ്ഞ് കുട്ടികളെ ഭയപ്പെടുത്തുന്നത് അതെന്താണ്, അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. അത് ഡീവിയേഷന് കാരണമാകും. ഓക്കെ, ഇനി നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ ഈ 7 എഴുതിയിരിക്കുന്ന ലൈസ്. നെക്സ്റ്റ് പോയിന്റ് ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്? ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഫിയറും ആണ് നോക്കിയത്. ഈ രണ്ടൊന്ന് റീഡ് ചെയ്തേ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആൻഡ് ഫിയർ ഒന്ന് റീഡ് ചെയ്തേ.
ഓക്കെ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ പറഞ്ഞത് എന്തായിരുന്നു? നമ്മൾ നമ്മുടെ കുട്ടികളുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യണം. ഒരു കാരണവശാലും കമ്പയർ ചെയ്യാനായിട്ട് പാടില്ല. കമ്പയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസിനെയും അവരുടെ എക്സ്റ്റീമിനെയും അവരുടെ ആ ഒരു പവറിനെയും കുറയ്ക്കാനാണ് ഇത് കാരണമാകുന്നത്. അതേപോലെ തന്നെ കുട്ടീനെ അഡൽട്ട് ട്രീറ്റ് ചെയ്യുന്ന രീതി ചിലപ്പോൾ അത് അവനെ ഹേർട്ട് ചെയ്യും. മറ്റു കുട്ടികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് അവരെ ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ അവൻ്റെ ഈ ഒരു ഡീവിയേഷൻ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മളിത് മനസ്സിലാക്കുകയാണെങ്കിൽ അവന് ഡെവലപ്മെന്ററി ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസും അവന് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസും പതിയെ പതിയെ നമുക്ക് അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ഹൈ സ്റ്റാൻഡേർഡ്സ് നമ്മൾ കുട്ടീനെ വെച്ചിട്ട് സെറ്റ് ചെയ്യരുത്. അവനെ അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ്സ് ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അവന്റെ വർക്കിൽ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവൻ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റീസ് ആയാലും ഒരു കുട്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമുക്കിനി ഒരു കുട്ടിക്ക് അത് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നെക്സ്റ്റ് ആണ് ഫിയർ എന്ന് പറയുന്നത്. ഫിയർ എന്ന് പറഞ്ഞ ഫോബിയാസ് ആണ്. ശരിക്കും പറഞ്ഞ ഫോബിയാസ് ഇൻജൂറിയസ് അല്ല, ഇൻജൂറിയസ് ഹാർംഫുൾ അല്ല. പക്ഷെ അത് അഡൽട്ട് ആണ് ഈ ഫോബിയയും ഫിയറും കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. ഈ ഒരു ഫോബിയ പാസ് ചെയ്യാന്ന് പോലും അറിയാതെയാണ് മാതാപിതാക്കൾ ഈ ഒരു ഫിയർ കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്നത്. പക്ഷെ അത് ടൈപ്പ് ഓഫ് ഡീവിയേഷൻ ആണ്. നമ്മൾ പിന്നീട് കുട്ടീനെ അത് അഫക്ട് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ലൈസ് ആണ് ട്ടോ നമ്മളിത് നോക്കാൻ പോകുന്നത്. ലൈസ് ആണ്, കള്ളങ്ങളാണ് ട്ടോ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, വീക്ക് സിൽവറിന്റെ ക്യാരക്ടറാണ് കള്ളം പറയുന്നത് എന്നൊക്കെ അല്ലെ, ഓർമ്മയില്ലേ? ലൈസ് വീക്ക് ചിൽഡ്രൻസ് പറയുന്നൊക്കെ നമ്മളത് നോക്കുന്ന ആദ്യം ഡിഫൻസ് ലൈ ആണ്. കുട്ടികൾ എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചു കഴിയുമ്പോ ചെയ്തു, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, എന്നാൽ പോലും അവർ എന്ത് പറയും? ചെയ്തു എന്ന് പറയും. അതാണ് ഡിഫൻസ് ലൈ. ഇപ്പൊ നമ്മൾ കുട്ടീനോട് ചോദിക്കുകയാണ്, നീ പാല് കുടിച്ചോ? നമ്മളിപ്പോ വർക്കിന് വന്നതിന് ശേഷം നമ്മൾ കോൾ ചെയ്തിട്ട് ചോദിക്കുകയാണ്, നീ പാല് കുടിച്ചോ എന്ന് ചോദിച്ചു. അപ്പൊ എന്താണ് അവൻ പറഞ്ഞു? ഞാൻ കുടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ അവൻ ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല? പാല് കുടിച്ചിട്ടുണ്ടാവില്ല. കാരണം ചിലപ്പോ ഇതിക്ക് മുമ്പ് ഇതേപോലൊരു സിറ്റുവേഷൻ വന്നപ്പോ അവന് നല്ല രീതിയിൽ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. പാരന്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും? വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും. സോ അങ്ങനെ വഴക്ക് ഇപ്രാവശ്യം കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ എന്ത് ചെയ്തു? ഡിഫെൻഡ് ചെയ്തേന്ന്. അവർ കള്ളം പറഞ്ഞു. കള്ളം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്താ പ്രശ്നം? അമ്മ അറിയാനൊന്നും പോകില്ലല്ലോ, ഇപ്പൊ കുടിച്ചാലും മതിയല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ കള്ളം പറയുന്നു. ഡിഫൻസ് ലൈൻ ആണ് ഈ ഒരു ഇങ്ങനെയുള്ള കള്ളങ്ങൾ പറയുന്നത്. ചിൽഡ്രൻ റെഫേഴ്സ് ടു having done something to make the adult or lie by saying he has done something when he has not. അവൻ ചെയ്യാത്ത കാര്യം പോലും ചെയ്തു എന്ന് പറയുന്നതാണ് ഈ ഡിഫൻസ് ലൈൻ. നമുക്ക് പാരന്റ്സിന് അറിയാൻ പറ്റും അല്ലെ. നമ്മള് ഫ്രൈഡേ ഈവനിങ് കുട്ടീനോട് ഹോംവർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അവൻ പറയും, ഹോംവർക്ക് ഒന്നുമില്ല, ഹോംവർക്ക് ഒക്കെ ഞാൻ ക്ലാസ്സിലേ ചെയ്തിട്ട് വന്നു, അല്ലെങ്കിൽ ഹോംവർക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി എന്ന് പറയും. പക്ഷെ സാറ്റർഡേ നൈറ്റ് ചോദിക്കുകയാണെങ്കിലോ, അയ്യോ ഞാൻ ഹോംവർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയും. കാരണം എന്താണ്? അവൻ ആദ്യം കള്ളം പറഞ്ഞാണ്. സാറ്റർഡേ നമ്മൾ എന്ത് ചെയ്യും? അവനെ പിടിച്ചിരുത്തി അവനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കും. അത് അവനറിയാം. അതുകൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? കള്ളം പറഞ്ഞത്. ഡിഫൻസ് ലൈൻ മനസ്സിലായോ? അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് ഉണ്ടാവില്ല, പക്ഷെ അഡൾട്ടിനെ പേടിച്ചിട്ട് അല്ലെ പാരന്റ്സിനെ പേടിച്ചിട്ട് അവൻ എന്ത് പറയും? ചെയ്തു, ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയും. ആ ഒരു കള്ളമാണ് ഡിഫൻസ് ലൈൻ എന്ന് പറയുന്നത്. The child is afraid of how the adult will react to the situation. എങ്ങനെയാണ് ഈ അഡൾട്ട് റിയാക്ട് ചെയ്യുക എന്നുള്ളൊരു പേടി കാരണമാണ് കുട്ടികൾ കള്ളം പറയുന്നത്. ഓക്കെ ഓക്കെ നെക്സ്റ്റ് ലൈ ആണ് ലിറ്റിൽ വൈറ്റ് ലൈ എന്ന് പറയൂ. ലിറ്റിൽ വൈറ്റ് ലൈ. ഓക്കെ, അത് ഇന്ന് എനിക്കൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്നെ കാണാൻ എങ്ങനെയുണ്ട്? സാധാരണ നോർമൽ ആയിട്ടുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ടോ കാണാനായിട്ട്? ഭംഗിയുണ്ട് അല്ലെ? ഓക്കെ, സപ്പോസ് ഇപ്പൊ എന്നെ കാണാൻ വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ലെങ്കിൽ പോലും മിസ്സിന് വിഷമാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓക്കെയാണെന്ന് തമ്പായില്ലേ, അതാണ് സോഷ്യൽ ലൈ ഓർ ലിറ്റിൽ വൈറ്റ് ലൈ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം, എന്റെ ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? മനസ്സിലാവാറുണ്ടോ? തമ്പുകളുടെ എണ്ണം കൂടുതലാണ് കേട്ടോ. ഓക്കെ, അപ്പം ചിലപ്പോ ഇനി മനസ്സിലാകുന്നില്ലെങ്കിലും മിസ്സിന് വിഷമാവണ്ട എന്ന് വിചാരിച്ച് തമ്പാഴ്ചവരുണ്ടോ? ഉണ്ടോ? ഓക്കെ ഓക്കെ, എന്ന് വേറെ എക്സാമ്പിൾ പറഞ്ഞുതരാം.
സോഷ്യലായി ആണ്. ഇപ്പൊ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ ഫ്രണ്ടാണ്. അപ്പൊ ഞാൻ നല്ലൊരു ഡ്രസ്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡ്രസ്സ് ഇട്ടിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ഫ്രണ്ടാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഞാൻ വിയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സ് നിങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കണേ, എങ്ങനെയുണ്ട് എന്റെ പുതിയ ഡ്രസ്സ്, ഇഷ്ടമായോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും? ആ കൊള്ളാട്ടോ, ഇത് എവിടെന്നാ വാങ്ങിച്ചേ, ആ സൂപ്പർ ആണ് കേട്ടോ എന്നൊക്കെ പറയും. ഫ്രണ്ട് ആണെങ്കിൽ, ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ പറയും ഇല്ലേ? ഒരു ഫ്രണ്ട് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് വരാണ്, നമുക്കത് ഇഷ്ടമായില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് പറയും? ആ കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇപ്പൊ ഒരാൾ പറഞ്ഞു നല്ലതാണെന്ന്, അപ്പൊ നമ്മളും എന്ത് ചെയ്യണം? ഓട്ടോമാറ്റിക്കലി പറയേണ്ട വരും, ആ നല്ലതാണെന്ന് പറയും ഇല്ലേ? പക്ഷെ മാം, ഫ്രണ്ട്സ് ആണെങ്കിൽ നമ്മള് എന്താണുള്ളത് അത് തുറന്നു പറയുകയല്ലേ ചെയ്യാ. അടുത്ത പോയിന്റ് പറയട്ടെ. ഇനി നമ്മളത് ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കും. ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ബോണ്ട് ഇല്ല എന്ന് വിചാരിക്കും. നമ്മളിപ്പോ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കുകയാണ്, ഈ ഡ്രസ്സ് വിയർ ചെയ്തിട്ട് നമ്മൾ വന്നിട്ട് പറയാണ്, ബെസ്റ്റ് ഫ്രണ്ടിനോട് ചോദിക്കണം, ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട്, നല്ലതാണോ, മാച്ച് ആണോ? അത് ഉറപ്പായിട്ടും പറയും. ഇതിനൊട്ടും നിനക്ക് കൊള്ളൂല, ഇന്നതാണ് പ്രശ്നം എന്നുള്ളത് നമ്മളോട് മുഖത്തേക്ക് തുറന്നു പറയും. ഓക്കെ, സാധാരണ ഫ്രണ്ട്സ് എന്ന് ഉദ്ദേശിച്ചാൽ നമ്മളായിട്ട് അത്യാവശ്യം ചെറിയ കോണ്ടാക്ട് ഒക്കെ ഉള്ളൂ, നമ്മൾ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിക്കും. ആ ഒരു റിലേഷൻഷിപ്പ് എന്താ വെറുതെ മോശമാക്കണേ എന്ന് വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യും? സാധാരണ ഹൈഡ് ചെയ്തിട്ട് അവർ കള്ളം പറയും, ആ കുഴപ്പമില്ല നമുക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയും. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ കേസിൽ എന്തായാലും ഡിഫറെന്റ് ആണ്. നമുക്കൊരു മോശമായിട്ടൊരു ഡ്രസ് ആണെങ്കിൽ ഉറപ്പായിട്ടും പറയും, ഇന്നതാണ് ഇതിന് പോരായ്മ, വേഗം പോയി മാറ്റിക്കോളാൻ പറയും. എന്റെ റിയൽ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയണേണ്ട. കാരണം ഫ്രണ്ട്സ് നമ്മളോട് കള്ളം പറഞ്ഞാൽ പോലും ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ത് ചെയ്യില്ല, നമ്മളോട് കള്ളം പറയില്ല. നമ്മളിപ്പോ ഡ്രസ്സിന്റെ കാര്യത്തിൽ അങ്ങനെ പറയില്ല അവരും. ഇതാണ് സോഷ്യൽ ലൈഫ്, ഒരു ലിറ്റിൽ വൈറ്റ് ലൈഫ്. മറ്റുള്ള ആൾക്ക് എങ്ങനെ വിഷമം ആവണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ എന്ത് ഫീൽ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് കള്ളം പറയും. ആ കുഴപ്പമില്ല കേട്ടോ, നോർമൽ ആയിട്ടുള്ള വേർഡ് ഞങ്ങളൊക്കെ യൂസ് ചെയ്ത്, ഇപ്പൊ ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ആ കുഴപ്പമില്ല നല്ലതാണ് അങ്ങനെ പറയും. ഇപ്പൊ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ആ കുഴപ്പമില്ല. ടൈം എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, ആ കുഴപ്പമില്ല, അങ്ങനെയല്ലേ പറയാം. അതേപോലെ സോഷ്യൽ ലൈഫ്സ് അല്ലെങ്കിൽ ലിറ്റിൽ വൈറ്റ് ലൈഫ്സ് എന്നാണ് ഈ ഒരു കളത്തിൽ പറയുന്ന പേര്. ചിൽഡ്രൻസ് ടേക്ക് അപ്പ് ദിസ് ഫ്രം ദ എൻവയോൺമെന്റ്. കുട്ടികൾ ഇത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ ഒരു എൻവയോൺമെന്റ് നമ്മുടെ നോർമലി ഫ്രം ആൻ അഡൾട്ട് എങ്ങനെയാണ് ആരെങ്കിലും അവർ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യും. കുട്ടികൾ നമ്മളെ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്, നമ്മളെ റോൾ മോഡലാക്കി വെച്ചിരിക്കുക. നമ്മൾ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് അതേപോലെ തന്നെ അവരും ഹാൻഡിൽ ചെയ്യുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചിൽഡ്രൻസ് ആർ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. അവരുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയാനുള്ള ഭയം കാരണം അവരെന്ത് ചെയ്യും? അവർ ഈ കള്ളം പറയും. ഓക്കെ, അവരുടെ മനസ്സിൽ തോന്നിയത് അണ്ട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫീൽ ബാഡ് അല്ലെങ്കിൽ മോശമാവോ എന്നുള്ളൊരു ഭയം കൊണ്ട് അവരെന്ത് ചെയ്യും? കള്ളം പറയും. ഓക്കെ, ഇതാണ് സോഷ്യൽ ലൈറ്റ്സ് എന്ന് പറയുന്നത്. ലിറ്റിൽ വൈറ്റ് ലൈറ്റ്സ് എന്ന് പറയും. ഓക്കെ, അവരുടെ സ്വന്തം അഭിപ്രായം പറയാനായിട്ടുള്ള മടി. ഇന്നത്തെ തലമുറയ്ക്കുള്ള പ്രശ്നവും അത് തന്നെയാണ് അല്ലെ. ചിൽഡ്രൻസ് ആർ അഫ്രൈഡ് ടു സ്പീക്ക് ദെയർ ഓൺ മൈൻഡ്. അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ. അത് അവര് എന്ത് ചെയ്യുന്ന, ഹൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നില്ല, അതിന് പകരം കള്ളം പറയുന്നു. ടീച്ചറെ, അത് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ സ്ട്രെയിറ്റ് പറയും. ടീച്ചേഴ്സിന്റെ അടുത്ത് ആയാലും തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ തുറന്ന് പറയും. കാരണം എനിക്ക് മക്കളുടെ കാര്യത്തിൽ അനുഭവമുണ്ട്. നമ്മളിപ്പോ ടീച്ചേഴ്സ് പറയുമ്പോൾ ഞങ്ങൾ മിണ്ടാതെ നിൽക്കും, നമ്മളാ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജനറേഷൻ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരുണ്ടല്ലോ, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് ഉറച്ച് അവരുടെ ആ ഒരു ഇത് സംഭവം പറയുന്നുണ്ട്. എന്റെ മോളി എന്നെ ഒരു പ്രശ്നം വന്ന സമയത്ത് ടീച്ചറിന്റെ അടുത്ത് അത് തറപ്പിച്ച് തിരിച്ചു പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങനെ സംസാരിക്കുമോ ടീച്ചേഴ്സിന്റെ അടുത്ത്? അപ്പൊ അവര് പറയാന്ന് വെച്ചാൽ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തൊരു പേടിക്കണമെന്നാ അവര് ചോദിക്കുന്നത്. അങ്ങനെയും ഉള്ള കുട്ടികളുണ്ട്. പക്ഷെ ചില കുട്ടികള് അവരുടെ സ്വന്തം അഭിപ്രായം പറയാൻ മടിയുള്ള കുട്ടികളുണ്ട്. സെയിം നമ്മളിപ്പോ ചിലപ്പോ നിങ്ങളുടെ ഫാമിലിയിൽ കണ്ടു വളരുന്നത് ചിലപ്പോ അവൾ അങ്ങനെയായിരിക്കും. പാരന്റ്സും ഹസ്ബൻഡും വൈഫും തമ്മിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയുന്ന പാരന്റ്സിനെ കണ്ടു വളരുന്ന കുട്ടികളും, അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊന്നും പറയാതെ, അല്ലെങ്കിൽ ആ ഒരു കുട്ടി എങ്ങനെയുള്ള പാരന്റിങ് ആണ് അത് അവനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അവരെപ്പോഴും അഡൾട്ടിനെ കണ്ടാ വളരുന്നേ. അഞ്ചു എങ്ങനെയാ, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ തുറന്നു പറയോ? ഞാൻ എന്റെ കാര്യം ഞാൻ തുറന്നു പറയാം ടീച്ചർ. ഞാൻ വെച്ച് പെരുമാറുന്ന ആളല്ല, അപ്പോഴും കളയും. പക്ഷെ ഒന്നുവെച്ചാല് ഈ ടീച്ചർ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞല്ല, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഒരുപാടുള്ള ആളാണ് ഞാൻ ശരിക്കും പറഞ്ഞാല്. കാരണം വണ്ണത്തിന്റെ പേരില് എല്ലാരും ഒരുമാതിരി മാറ്റി കളിയാക്കിയ സമയത്ത് സത്യം പറഞ്ഞാൽ ഇതുവരെയ്ക്കും ഞാൻ ഒരു സെൽഫി എടുത്തിട്ടില്ല. എനിക്ക് ശരിക്കും ഭയങ്കര വിഷമമുണ്ട് ആ പറച്ചില്ലേ. അപ്പൊ മക്കള് പറയും, അമ്മ എന്തിങ്ങനെ ആയിരിക്കുന്നേ, ആ രീതിയിൽ അവര് പറയും. അപ്പൊ ഞാൻ ഈ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ടീച്ചർ പഠിപ്പിച്ചപ്പോ എനിക്ക് നല്ല ഞാനുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്.
ശരിക്കും മനസ്സിലാക്കി നമ്മളത് കാണിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ എങ്ങനെയാണോ നമ്മളതാണ് ഫിറ്റാണ്, നമ്മൾ സെറ്റാണ്. ഓരോരുത്തരും ഒരേപോലെ തന്നെ സ്ലിമ്മും ബ്യൂട്ടി ആയിട്ടിരിക്കണമെങ്കിൽ എന്തിനാ ഇങ്ങനെ നമ്മൾ ഡിഫറെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്? നമ്മളെല്ലാവരും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആയിട്ടുള്ള കഴിവുള്ളവര് നമ്മളെ ബോഡി നമുക്ക് പ്രശ്നമല്ല, നമ്മുടെ മൈൻഡാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ മൈൻഡ് ഒക്കെ ആണെങ്കിൽ പിന്നെ കമ്പാരിസൺ ഒരു കാര്യമല്ല. ഇന്ന് പോയിട്ട് നല്ല രീതിയിൽ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് സെൽഫി എടുക്കണം. ഓക്കെ, ഞാനും ഭയങ്കരമായിട്ട് വെയിറ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ വന്ന സമയത്ത് നല്ല രീതിയിൽ വെയിറ്റ് നന്നായിട്ടുണ്ടായിരുന്നു. കുണ്ടുമങ്ങയായിരുന്നു. സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് കുറച്ച് നാള്, ഒരു 1.5 years കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. നല്ല വെയിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് വെയിറ്റ് കുറച്ചു. ഞാൻ അതിന് എല്ലാവരുടെയും അടുത്ത് പോകുമ്പോ നീ ചീമപ്പന്നി പോലെ ആയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കളിയാക്കും. ഫീൽ അങ്ങോട്ട് വരും. ഒന്നും പക്ഷെ പ്രതികരിക്കില്ല കേട്ടോ. എന്നുവെച്ചാല് നമുക്കറിയാലോ, ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് എന്തായാലും വെയിറ്റ് കാര്യങ്ങളൊക്കെ കൂടും. തൈറോയിഡ് വന്നാൽ ഇതായത് നമ്മൾ കഴിച്ചിങ്ങനെ ആയി, അല്ലെങ്കിൽ ഞങ്ങള് ഫുഡ് എടുത്തിട്ടാണ് ഇങ്ങനെ വണ്ണം വന്നെങ്കിൽ എനിക്ക് അതത്ര ഫീൽ ആവത്തില്ല. നമ്മൾ കഴിച്ചിട്ടാണല്ലോ ഇത് ഉണ്ടായത്. പക്ഷെ ഇതിപ്പോ ഈ തൈറോയിഡിനെ സംബന്ധിച്ചിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോ ഈ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് തന്നെ ഇവിടെ വീട്ടിലുള്ളവർ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്തുവാ, വെളുപ്പുള്ളതുകൊണ്ട് കാര്യമില്ല, എന്നുവെച്ചാൽ വെളുപ്പുള്ളതൊന്നും വലിയ സുന്ദരിയല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സംസാരം. അപ്പൊ ഈ ചുറ്റിനും ഉള്ളവരാണ് ഇടിച്ചതാക്കുന്നേ. എനിക്ക് തൈറോയിഡ് ഉണ്ട്. വെയിറ്റ് ഗെയിൻ ആ സമയത്ത് തൈറോയിഡ് ഹൈ ആയിരുന്നു. എനിക്ക് വെയിറ്റ് ഗെയിൻ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു. ഭയങ്കരമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട് എനിക്ക് തൈറോയിഡിന്റെ കാര്യം? ചെറുപ്പം മുതലുള്ളതാ. അപ്പം ഈ വെയിറ്റിന്റെ കാര്യം ഞാനും കേട്ടിട്ടുണ്ട്. നല്ല കമ്പാരിസൺ വെച്ചാല് എന്താണ്, വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുക. അതൊക്കെ കേൾക്കുമ്പോഴുള്ള വിഷമമില്ലേ, ഭയങ്കര ഒരു ഫീലാണ്. കാരണം അങ്ങനെ കേട്ട് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് മാറാണ്. അല്ലെങ്കിൽ ഇത്രയും ജോലി നോക്കി നിൽക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കോളും കാര്യങ്ങളും കിട്ടുന്നതും ഞാനിവിടെ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മള് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ചെയ്യുമ്പോൾ ഇപ്പൊ അതേ ചോദിച്ച ആൾക്കാര് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ ആൾക്കാർ ഇപ്പൊ റെസ്പെക്റ്റോടെ നോക്കുന്നത്. കാരണം മോനിപ്പോ എന്താ ചെയ്യണേ, പഠിപ്പിക്കാൻ പോകാൻ ടീച്ചറാണോ എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് വന്ന് സംസാരിക്കും. നമ്മുടെ പ്രൊഫഷന് പ്രത്യേകിച്ച് ടീച്ചിങ് എന്ന് പറയുന്ന ഫീൽഡിന് റെസ്പെക്ട് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മള് പുച്ഛിച്ച് കണ്ടവരായിരിക്കും. നമ്മള് വെറുതെയാണ്. എന്റെ അമ്മയുടെ ഫാമിലിയിലുള്ള ആൾക്കാര് എപ്പോഴും പറയും, ഇങ്ങനെ പറയും, പെൺകുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്, ഞാനും എന്റെ അനിയത്തിയും. ഞാൻ 2 എംകോം കഴിഞ്ഞതാ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതും. അനിയത്തി ഇപ്പൊ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് അവർക്ക് ഉണ്ടായിരുന്നത്. സോ എന്റെ അമ്മ അതിന് ഓപ്പോസിറ്റ് ആയിരുന്നു. ചില പെൺകുട്ടികള് വിദ്യാഭ്യാസമാണ് മെയിൻ ആയിട്ട് വേണ്ടത്. അത് കഴിഞ്ഞിട്ടാണ് അവർക്ക് കല്യാണം ചെയ്തോ വെക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലാണ് നമ്മുടെ മൈൻഡ് ഉണ്ടായിരുന്നത്. പക്ഷെ ഈ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയൊന്നും കിട്ടാതെ വരുമ്പോ ഭയങ്കര കുത്താണ്. ഇങ്ങനെ കമ്പാരിസൺ. ഇന്നയാളുടെ മോള് ഇത്രയും ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു, ഇതാണെന്നൊക്കെ പറഞ്ഞ ഭയങ്കര കമ്പാരിസണും കാര്യങ്ങളാണ്. അത് ഭയങ്കര നമുക്ക് ഫ്രസ്ട്രേഷന്റെ അങ്ങേയറ്റാണ് വന്നത്. നമ്മളുടെ ഫീലിങ്സ് ആരും ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല ആ സമയത്ത്. അപ്പം അതേപോലെ ഈ വെയിറ്റ് ഗെയിനും കാര്യങ്ങളും കൂടി വരുമ്പോ വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക, ജോലിക്കൊന്നും പോവാത്തതുകൊണ്ട് വെറുതെ ഭക്ഷണം കഴിച്ച് നമ്മൾ ആ തടി വെക്കുക എന്നൊക്കെ പറയും. പക്ഷെ നമ്മള് നോർമലി ഞാൻ കഴിക്കുന്ന അത്ര പോലും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല ആ സമയത്തൊന്നും. നമ്മള് സാധാരണ കുറച്ച് ചോറൊക്കെ കഴിച്ചാൽ പോലും വണ്ണം വെയിറ്റ് ഗെയിൻ ചെയ്തുകൊണ്ടിരിക്കാം. ഹോർമോൺ ഇംബാലൻസ് വന്നിട്ടാണത്. വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടി. അപ്പോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യുന്നതും. ഇപ്പൊ ഡയറ്റ് ഒക്കെ ഉണ്ട്, ഭയങ്കരമായിട്ട് ഡയറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. കാരണം നമുക്ക് തൈറോയിഡ് ഉള്ളതുകൊണ്ടും വെയിറ്റ് ഗെയിൻ പെട്ടെന്നാണ് വരുന്നത്. പിന്നെ ഹെയർ ലോസ് ആണ് പിന്നെ അടുത്ത പ്രോബ്ലം. തൈറോയിഡിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ ഹെയർ ലോസ് ആണ്. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഹെയർ ലോസ് ആണ്, കുറവാണ് മുടി. അത് ഒരു റീസൺ ആണ്. അതും ഈ ഒരു അസുഖമുള്ളവർക്ക് അറിയാൻ പറ്റും. അതൊരു നമ്മളെ ഹെയർ പോകുന്നത് നമുക്ക് വിഷമാണല്ലേ. ഹെയർ ഇതൊന്നും ആലോചിച്ച് ടെൻഷൻ ആവുന്ന ആൾക്കാരാണ് ഞാനൊക്കെ കേട്ടോ. അപ്പൊ സോഷ്യൽ ലൈഫ് എന്ന് പറയുന്നത് നമ്മളോട് എന്താണ്, നമുക്കത് ഇഷ്ടമായില്ലെങ്കിലും നമ്മുടെ സ്വന്തം അഭിപ്രായം തുറന്നു പറയാനുള്ള ഭയമാണ് നമുക്ക്. സാധാരണ ഞാൻ നിങ്ങളോട് ചോദിച്ചില്ലേ എന്താണ് എന്റെ ക്ലാസ്സിനെ കുറിച്ച് അഭിപ്രായം, നിങ്ങൾ എന്താണ് കുഴപ്പമില്ലാന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോ സ്വന്തം അഭിപ്രായം തുറന്നു പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പറയാട്ടോ. നമ്മൾ പറഞ്ഞത് സീരിയസ് ആയിട്ടാ. ടീച്ചറിന്റെ ക്ലാസ് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതല്ല, ഓക്കെ, ഞാൻ ലാസ്റ്റ് ഡേ നിങ്ങളോട് ചോദിക്കാം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. ഇനി നമ്മളിന്റെ ഫാന്റസി ലൈയാണ്. ഫാന്റസി ലൈക്ക് ഇതാണ്. ഫാന്റസി ലൈക്ക് എനിക്കൊരു ഓൺ എക്സ്പീരിയൻസ് ഞാൻ പറയാം. ഒരു കുട്ടി കേട്ടോ, ഒരു ആൺകുട്ടി. എല്ലാവരും
അല്ല, എല്ലാവരും കൂടി വർത്താനം പറയാം. കുഞ്ഞു കുട്ടികൾ എല്ലാവരും കൂടി വർത്താനം പറയാം. അപ്പൊ എല്ലാവരും പറയുന്നത് അവരുടെ വീട്ടിൽ ബൈക്ക് ഉണ്ട്, കാറുണ്ട്, ജീപ്പ് ഉണ്ട്, അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറയണം. അവരുടെ വീട്ടിൽ 2 സൈക്കിൾ ഉണ്ട്, അച്ചാസനുണ്ട്, എനിക്കുണ്ട്. അങ്ങനെ വണ്ടികളുടെ കാര്യമാണ് അവർ പറയുന്നത് കേട്ടോ. ഞാനത് കേട്ടോണ്ടിരിക്കണം, ഓരോരുത്തരും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കാം. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യുന്നു, അവന്റെ വീട്ടില് കുതിരയിടുന്നു. അപ്പൊ ചില വീടുകളിൽ പെറ്റ്സ് ആയിട്ട് എന്ത് വളർത്തുന്നുണ്ട്, കുതിരനെ വളർത്തുന്നുണ്ട്. ഇതല്ല, അപ്പൊ നോർമലായിട്ട് കുതിരയല്ലേ, ഓക്കെ. അതിലെ കുതിരക്ക് വെള്ള കളറാന്ന് പറഞ്ഞു. വെള്ള കളറുള്ള കുതിര ഉണ്ടാവും, വാടകയ്ക്ക് കൊടുത്തേക്ക് നല്ല പൈസ കിട്ടും എന്നൊക്കെ ഞാൻ ഇതിനെ ആലോചിക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവന്റെ വീട്ടില് 2 വെള്ളച്ചിറകുള്ള വെള്ളക്കുതിരയുടെ പറഞ്ഞു. അപ്പൊ മനസ്സിലായി കള്ളം പറയണതൊക്കെ. ബാക്കി എല്ലാ പിള്ളേരും നല്ല അറ്റൻഷനോട് കൂടി ശ്രദ്ധിച്ചിരിക്കുക. അത്രയും നേരം മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത പിള്ളേര് ഇവനെ പറയുന്ന കഥ ഇങ്ങനെ കേട്ട് ആ വെള്ളച്ചിറകുള്ള വെള്ളക്കുതിരനെ കുറിച്ചിട്ട് ഇങ്ങനെ അവർ ഇമാജിൻ ചെയ്യാണ്. അത് ഫാന്റസിയിലാണ്. അവൻ ഇമാജിനേറ്റീവ് ആയിട്ട് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്താണ് ഒരു കഥ പറയുന്നു, ഒരു മെനഞ്ഞെടുത്ത് ഒരു നല്ല കഥ പറയുന്നു. ബാക്കിയുള്ള എല്ലാ കുട്ടികളും അത്രയും ശ്രദ്ധയോടുകൂടി ആ വെള്ളക്കുതിരയുടെ കഥ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പം ഫാന്റസിയിലാണ് ഉണ്ടത്. അത് കഴിഞ്ഞ് ഇവരെല്ലാരും പോയി കഴിഞ്ഞാൽ വിളിച്ചു, ചേച്ചി വെള്ളക്കുതിര ഉണ്ടോ? മിസ് വെള്ളക്കുതിര ഉണ്ട്, 2 ചിറകുണ്ട്. ഉണ്ടല്ലേ, ഓക്കെ പൊക്കോളാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായത് ഇത് കള്ളാണെന്ന്. പിന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോ ഒരു കുട്ടിയുടെ അവിടെ ഒരു എന്താ പറയാ, അവൻ ഇരിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബാഗില് നമ്മള് യൂണിക്കോൺ ഇല്ലേ, വെള്ള കളറിലെ കുതിര, കുട്ടികളൊക്കെ ഇഷ്ടമുള്ള ഒരു കാർട്ടൂൺ അല്ലേ യൂണിക്കോൺ, അതിന്റെ ഇമേജ് ഉള്ളൊരു ബാഗ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞ കഥ മൊത്തം ആ ഒറ്റ ഇമേജ് കണ്ടിട്ട് പറഞ്ഞതാ. ആ ഒരു ഇമേജ് കണ്ടിട്ട് അവൻ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയില്ലേ ഭയങ്കര എന്താ പറയാ, റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു കഥ പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോ കുറച്ച് എന്റേതായ രീതിയിലാക്കിയിട്ടുണ്ട്, പക്ഷെ അവൻ പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ട് നമ്മള് വിശ്വസിച്ച് പോകും. ഞാനിരുന്നു ആദ്യം പറഞ്ഞ രീതിയൊക്കെ കേട്ടപ്പോ ഞാൻ വിചാരിച്ചു കുതിരയല്ലേ എന്താവുമായിരിക്കും, കാരണം ഇപ്പൊ കൂടുതലായിട്ട് കുതിരകളൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്, ഞങ്ങളുടെ ഏരിയയിൽ ഉണ്ട്, അങ്ങനെ കുതിരനെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ആയിരിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് അവൻ ഈ വെള്ളച്ചിറകിന്റെ കാര്യം പറഞ്ഞത്. മനസ്സിലായി, ഇത് എക്സ്ട്രാ ഓർഡിനറി ഫാൻസിയിലാണ്. അച്ഛക്കൻ നല്ല രീതിയിൽ ഞങ്ങളുടെ കള്ളം കണ്ട് തട്ടി വീഴാണ്. പിള്ളേരെല്ലാവരും ആസ്വദിച്ചിരിക്കുക. അവനപ്പൊ തന്നെ ഫ്രണ്ട്സിന്റെ ഇടയിൽ അവനൊരു ഭയങ്കര എന്താ പറയുക ഇമേജ് അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥ നല്ല എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് പറയാൻ പറ്റൂലേ, ബെറ്റർ ദാൻ സ്റ്റോറി. അവർക്ക് ഒരു കഥയല്ല, ഒരുപാട് നല്ല രീതിയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കഥകൾ പറയാൻ പറ്റും. കുട്ടികളെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവർ പറയുമ്പോൾ. അപ്പൊ അവരെ ഓരോ കാര്യങ്ങളും പറയുന്ന നമ്മുടെ കുട്ടികൾ പറയുന്ന കേൾക്കാനേ നല്ല രസമായിരിക്കും അല്ലെ. അതൊക്കെ അവരുടേതായ രീതിയിൽ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള രീതിയിലായിരിക്കും അവർ ഓരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ നമ്മൾ നോക്കിയത് ഫാന്റസിയിലാണ്. The children will able to tell an extraordinary story to shock or interest the adult. നമ്മൾ എക്സ്ട്രാ സ്റ്റോറീസ് പറയുന്നതിനാണ് കുട്ടികളുടെ അല്ലെങ്കിൽ അഡൾട്ടിന്റെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി, ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എക്സ്ട്രാ സ്റ്റോറീസ് പറയുന്നത്. ദിസ് ഈസ് ദർ വേ ടു ക്രൈ ഫോർ അറ്റൻഷൻ. അവരുടെ അറ്റൻഷൻ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനൊരു കഥ പറയുന്നത്. ഓർ ഫിറ്റ് വിത്ത് ദ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിലേക്ക് ഫിറ്റ് ആവാൻ വേണ്ടിയിട്ടും ആകാം. ചിൽഡ്രൻസ് ഓൾവേസ് ഹാവ് വൺ ബെറ്റർ സ്റ്റോറി ദാൻ നെക്സ്റ്റ്. കുട്ടികൾക്ക് ഒരു കഥയിൽ നിന്ന് മറ്റൊരു കഥ അവര് നല്ല രീതിയിൽ എക്സ്ട്രാ ഓർഡിനറി സ്റ്റോറീസ് ഇങ്ങനെ എന്ത് ചെയ്യും, പറഞ്ഞുകൊണ്ടേയിരിക്കും. നെക്സ്റ്റ് ലൈ ആണ് സ്പിരിച്വൽ ലൈ. ശരിക്കും പറഞ്ഞ സ്പിരിച്വൽ ലൈ എന്ന് പറയുന്നത് നമ്മള് അഡൾട്ടാണ് കുട്ടികൾക്ക് പാസ് ചെയ്യുന്നത് ആത്മീക നുണകൾ കേട്ടോ. ഞാനും ഇത് വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ആത്മീക സ്പിരിച്വൽ ലൈല് നല്ല രീതിയിൽ 10th വരെയൊക്കെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു കേട്ടോ. അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ കണ്ണാരത്തിൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പോ എന്താണ് ഈ സ്പിരിച്വൽ ലൈഫ് പറയുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ആത്മീകമായിട്ടുള്ള നുണകള് അല്ലെങ്കിൽ നമ്മുടെ മതം മാത്രമാണ് നല്ലത്, മറ്റു മതങ്ങളെല്ലാം മോശമാണ്, അങ്ങനെയുള്ള കഥകൾ ചില കാസ്റ്റുകളിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കും. നമ്മുടെ മതം മാത്രമാണ് നല്ലത്, മറ്റു മതങ്ങളൊന്നും നല്ലതല്ല എന്നുള്ള കാര്യത്തില്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്രദർഹുഡും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. പക്ഷെ ഇതെല്ലാം എന്താണ് സ്പിരിച്വലൈസ് ആണ്. നമ്മുടെ മതമാണ് ആദ്യം ഭൂമിയിൽ വന്നത്, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ മതമാണ് ഇവിടെ ഉള്ളത്, ഏറ്റവും കൂടുതലുള്ളത്, നമ്മളായിരുന്നു ഇവിടുത്തെ ആൾക്കാർ. അങ്ങനെയൊക്കെ ഇപ്പോഴും അത് ഇല്ലാന്നൊക്കെ പറയുമെങ്കിലും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഈ ആത്മീക നുണകൾ പ്രചരിപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുകൾ ഇന്നുണ്ട് സമൂഹത്തില്. പിന്നെ അതേപോലെ ആൾദൈവങ്ങള്, എനിക്ക് ഒട്ടും വിശ്വാസമില്ലാത്തൊരു ടീമാണ് ആൾദൈവങ്ങൾ. ഞാൻ ദൈവമാണ്, ഞാൻ ദൈവന്റെ എന്താ പറയാ, ഞാൻ ദൈവത്തിന്റെ എന്താണ് എന്താ പറയാ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത്, ഞാനാണ് ദൈവം എന്നൊക്കെ പറഞ്ഞു വരുന്നവരില്ലേ.
അതിനോടൊന്നും എനിക്ക് വിശ്വാസമില്ല. ആൽഗരിതങ്ങളോട് ഒട്ടും വിശ്വാസമില്ല. ഇതെല്ലാം മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തട്ടിപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ചൈൽഡ്ഹുഡിലെ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഇതെന്ത് ചെയ്യും, ചൈൽഡ്ഹുഡിലെ കുട്ടികളിൽ അത് വരുന്നുണ്ട്. പിന്നെ ഇത് കൂടുതൽ അപ്പിയർ ആകുന്നത് അഡൽട്ട്ഹുഡിലേക്ക് കടക്കുമ്പോഴാണ് അവൻ കുറച്ചും കൂടി ഈ ഒരു ഇത് അവനിൽ സ്പിരിച്വലൈസും കാര്യങ്ങളും കുറച്ചും കൂടി ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. പിന്നീട് നമുക്ക് അവരുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും. നമുക്ക് പെട്ടെന്ന് ആ ഒരു ഡീവിയേഷൻ പിന്നീട് അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ മാറും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മളെന്താ പറയാ, മതത്തിന്റെ പേരും പറഞ്ഞിട്ട് ഈ ഫൈറ്റും കാര്യങ്ങളും ചെയ്യുന്നവരില്ലേ, അവരിലൊക്കെ ഈ ഒരു സ്പിരിച്വലായിട്ട് ഇൻഫ്ലുവൻസ് വളരെ കൂടുതലാണ്. കാരണം നമ്മുടെ മതം ഭ്രാന്താന്ന് പറഞ്ഞിട്ട് നടക്കുന്നവരുണ്ടല്ലോ, മതമാണ് വലുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അതൊക്കെ എന്താണ്, സ്പിരിച്വലൈസ് ആണ്. നമ്മളിങ്ങനെ അഡൾട്ട് മുതിർന്നവർക്ക് കുട്ടികളിലേക്ക് പാസ് ചെയ്ത് പോവാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല. നമ്മളുടെ കുട്ടിക്ക് ഏത് മതമാണോ വിശ്വാസം, ആ ഒരു മതം അവൻ ഫോളോ ചെയ്തോട്ടെ. അല്ലെങ്കിൽ അവൻ നമ്മളത് ഇൻജെക്ട് ചെയ്യണ്ട. അവൻ എന്താണോ ലേൺ ചെയ്യുന്ന ആ രീതിയിലാണ് ലേൺ ചെയ്തോട്ടെ. നോർമൽ ആയിട്ട് തന്നെ നമ്മുടെ കുട്ടികളെ വളർത്താം. നമ്മൾ സ്പിരിച്വലൈസ് ആത്മീക നുണകൾ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഹ്യൂമാനിറ്റി, ബ്രദർഹുഡ്, പിന്നെ പീസ്, ഹാർമണി. ഇതെല്ലാം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. സഹോദര്യ സ്നേഹവും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞത് ഡീവിയേഷൻ ആണ് ഇത്. ശരിക്കും നമ്മുടെ ട്രൂ നേച്ചറോ പേഴ്സണാലിറ്റി ഒന്നും അല്ല. നമുക്ക് ചെറുപ്പത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഡീവിയേഷൻ ആണ് ഏത്, ഈ സ്പിരിച്വലായിട്ട് പുറകെ പോവുക, ഈ ആത്മീക നുണകൾ വിശ്വസിക്കുക എന്നുള്ളതും നമുക്ക് ചെറുപ്പത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു ഡീവിയേഷൻ ആണ്. ആ സ്റ്റാർട്ടിംഗ് സെൽഫ് നമുക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിഫൈ ചെയ്ത് ആ ഡീവിയേഷൻ തിരിച്ചു വന്നില്ലെങ്കിൽ അത് നമ്മുടെ അഡൾട്ട്ഹുഡിലും നമ്മുടെ ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ തന്നെ ഭാഗമായിട്ട് മാറും. Spiritualize such deviation starts in childhood and it's also appear in adulthood. ചൈൽഡ്ഹുഡിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും, അത് അഡൾട്ട്ഹുഡിൽ അപ്പിയർ ചെയ്ത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണുന്നത് അഡൾട്ട്ഹുഡിലായിരിക്കും. When you accept your deviation, നമ്മൾ ആ ഡീവിയേഷൻ അക്സെപ്റ്റ് ചെയ്ത് നമുക്ക് അത് ഫീൽ കംഫർട്ടബിൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് നമ്മുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാറും. ആസ് ഇഫ് ദേ വേർ പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി, അത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് മാറും. You live by your deviation rather than revealing your true nature. ട്രൂ നേച്ചർ റിവീൽ ചെയ്യാതെ നമ്മൾ ആ ഒരു ഡീവിയേഷനിൽ തന്നെ ജീവിക്കേണ്ടി വരും. നമുക്ക് ഇതിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ നല്ല സഹോദരത്തോട് കൂടി ജീവിക്കണം എന്നൊക്കെ ഉണ്ടാവും. പക്ഷെ നമുക്ക് അത് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. ഇത്രയുമാണ് നമ്മൾ ഡീവിയേഷൻസിൽ പറയുന്നത്. നമ്മുടെ ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ഏതൊക്കെയാണ്? സൈക്കിക് ഫ്യൂഗ് പറഞ്ഞു. സൈക്കിക് ഫ്യൂഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൂല് പൊട്ടിയ വട്ടം പോലെ കാണിക്കും മനസ്സെന്നുള്ളതാണ്. സൈക്കിക് ബാരിയർ എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡും ഈ കുട്ടിയും തമ്മിലൊരു ബാരിയർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ ഒരു ഫാന്റസി വേൾഡിലായിരിക്കും നമുക്ക് കൂടുതലും എന്ത് ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. അറ്റാച്ച്മെന്റ് ഇപ്പൊ പ്രൈമറി കെയർ ടേക്കർ മെയിനായിട്ട് അമ്മയായിരിക്കും കൂടുതലായിട്ട് കുട്ടിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അവരെ കൊണ്ട് ഒരു കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യിക്കില്ല. ഈ ലവും അഫെക്ഷനും അല്ല ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഓവർ അറ്റാച്ച്മെന്റിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ദെൻ പൊസസീവ്നെസ്, കുട്ടികൾ ഡിമാൻഡിന് വാശിയായിട്ടുള്ള കുട്ടികൾ ചെറുപ്പം മുതൽ വാശിനെ ഫോളോ ചെയ്ത് അവർക്ക് എന്തും നേടിയെടുക്കും. വാശി പിടിച്ചാലും ആ ഒരു കാര്യം നേടിയെടുക്കണം എന്നുള്ളൊരു മൈൻഡ് അവർക്ക് വരും. ഇൻഫീരിയാരിറ്റി കോംപ്ലക്സും ഒരു ഡീവിയേഷന് കാരണമാകുന്നു. ഫിയർ കുട്ടികളിൽ എന്താണ് ഒരു ഡീവിയേഷൻ വരാനുള്ള കാരണമാണ്. പിന്നെ ലൈഫ്സ് ആണ്, ഡിഫറൻസ് ലൈഫ്, സോഷ്യൽ ലൈഫ്, ഫാന്റസി ലൈഫ്, സ്പിരിച്വൽ ലൈഫ്. ഇതെല്ലാം എന്താണ് കുട്ടികൾക്ക് ഡീവിയേഷൻ വരാനുള്ള കാരണമാണ്. Then some of the deviation Montessori are described in different forms and different types. നമ്മൾ ഒത്തിരി ഡീവിയേഷൻസ് മോntessori പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കി. എന്താണ് നോട്ടി, വീക്ക്, ബ്രൈറ്റ്, അതിൽ വരുന്ന ടൈപ്സ് ഓഫ് ഡീവിയേഷൻ ആയിരുന്നു സൈക്കിക് ഫ്യൂഗ്, സൈക്കിക് ബാരിയർ, അറ്റാച്ച്മെന്റ്, പൊസസീവ്നെസ്, ഇൻഫീരിയാരിറ്റി കോംപ്ലക്സ്, ഫിയർ ആൻഡ് ലൈഫ്സ്. നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കി. ആർ സെയിം ഇൻ ഡിഫറെന്റ് ഫോംസ് ആൻഡ് ഡിഫറെന്റ് ടൈപ്സ്. നോട്ടി, വീക്ക്, ബ്രൈറ്റ്, ഇതൊക്കെ നോട്ടി, വീക്ക്, ബ്രൈറ്റിന്റെ ഒക്കെ ചൈൽഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് നമ്മൾ നോക്കിയത്. സ്റ്റിൽ അതേഴ്സ് ആർ അൺഫിറ്റ് ടു ജസ്റ്റ് വൺ ടൈപ്പ്. ഒന്നിൽ നിന്ന് മറ്റൊന്ന് എന്താണ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡീവിയേഷൻസ് ഒക്കെയാണ്. ചിൽഡ്രൻസ് വിത്ത് ഡീവിയേറ്റഡ് ക്യാരക്ടർ. നമ്മൾ ഈ ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ ബിക്കം ക്വൈറ്റ് ഇൻ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അവർ ക്വൈറ്റ് ആയിരിക്കും, കുറച്ച് സൈലന്റ് ആയിരിക്കും ഈ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ. സിൻസ് ദേ സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ പ്രാക്ടിക്കൽ മെറ്റീരിയൽ. കുട്ടി ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ അവനിൽ ചിൽഡ്രൻസ് അറ്റൈൻ കൺട്രോൾ ഓവർ ദർ മെറ്റീരിയൽ. അവരുടെ മെറ്റീരിയലിൽ അവർക്ക് കുട്ടികൾക്ക് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ കിട്ടും. ദേ അറ്റൈൻ
പവർ ഓവർ ദംസെൽഫ്. കുട്ടികൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും യൂസ് ചെയ്യാനുള്ള പവറും കാര്യങ്ങളും കിട്ടും. വിത്ത് ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ കുട്ടികളുടെ കോൺസെൻട്രേഷൻ ഇംപ്രൂവ് ആവും. അതേപോലെ തന്നെ ഈ കുട്ടികളിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് ത്രെഡ്സും കാര്യങ്ങളും എന്ത് ചെയ്യും, ഡിസപ്പിയർ ആവും. ഓൾ നെഗറ്റീവ് ത്രെഡ്സ് ഫൗണ്ട് ഇൻ ചിൽഡ്രൻ ബിഫോർ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് പ്രിപ്പയർ എൻവയോൺമെന്റ് വിൽ ബി ഡിസപ്പിയർ. കുട്ടികളിൽ കണ്ടിരുന്ന എല്ലാ നെഗറ്റീവ് ആയിട്ടുള്ള ത്രെഡ്സ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഡിസപ്പിയർ ആകും ഈ പ്രിപ്പയർ എൻവയോൺമെന്റ് ആയിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ. അപ്പോൾ മെറ്റീരിയൽസ് അത് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവർ ഇതിലെ വർക്ക് ചെയ്യുന്നതിലൂടെ കുട്ടികളുടെ കോൺസെൻട്രേഷൻ, സെൽഫ് കൺട്രോൾ, ഒബീഡിയൻസ് കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ആകും. ദെൻ കുട്ടികളിൽ പരസ്പരം സഹായം നമുക്ക് കാണാൻ പറ്റും. മ്യൂച്വൽ ഹെൽത്ത് ആൻഡ് മോറൽ ഹെൽത്ത് നമുക്ക് കാണാൻ പറ്റും. ദേ ആർ ഏബിൾ ടു വർക്ക് ഇൻ ഹാർമണി. കുട്ടികൾ നല്ല ഹാർമണിയോട് കൂടി വർക്ക് ചെയ്യുന്നത്, നല്ല പരസ്പരം നല്ല ഐക്യത്തോടു കൂടി വർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഈ കുട്ടികളിൽ വരുന്ന മാറ്റത്തെ മോണ്ടിസോറി പറഞ്ഞൊരു പേരാണ് നോർമലൈസ്ഡ് ചിൽഡ്രൻ. അപ്പോൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ആയിട്ട് കുട്ടികൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ കുട്ടികളിൽ കാണുന്ന ഒരു ചേഞ്ചസ് ഉണ്ടല്ലോ, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികളിൽ കാണുന്ന ആ ഒരു ചേഞ്ചസിനെയാണ് മോണ്ടിസോറി എന്ത് പറഞ്ഞു, നോർമലൈസേഷൻ എന്ന് പറഞ്ഞു, നോർമലൈസ്ഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു. ആ കുട്ടികൾ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ, അല്ലെങ്കിൽ ന്യൂ ചിൽഡ്രൻ, അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ എന്ന് പറയും. അല്ലെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടൊരു ഡെഫിനേഷൻ ഉണ്ട്. നോർമലൈസ്ഡ് ചിൽഡ്രൻസിന്റെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. എന്താണ്? സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ നോർമലൈസേഷന്റെ കണ്ടിന്യൂഷൻ ആണ്. നമ്മളെ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്നു. ന്യൂ ആ ഒരു എന്താ പറയുക, നല്ല കെട്ടുറപ്പുള്ള നല്ല ക്ലോസ് ആയിട്ടുള്ള മറ്റുള്ളവരോട് പരസ്പരം ബഹുമാനവും സ്നേഹവും ഹാർമണിയും ഷെയറിംഗ് ഹാബിറ്റും മ്യൂച്വൽ ഹെൽപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ആ കുട്ടികളെ നമ്മൾ പറയുന്ന പേരാണ് സൊസൈറ്റി ഓഫ് കൊഹീഷൻ. ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന, അവരുടെ നല്ല രീതിയിൽ ഡെവലപ്മെന്ററി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. മോണ്ടിസോറി എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റ് ആയിട്ട് കുട്ടികൾ കോണ്ടാക്റ്റിൽ വരുമ്പോൾ, അവർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ, വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ ആ കുട്ടിയിൽ വരുന്ന മാറ്റമുണ്ട്. അവരുടെ ക്യാരക്ടറിൽ ഫുൾ ആയിട്ട് എന്ത് വരുന്നുണ്ട്, ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ആ ചേഞ്ചസിന് നമ്മൾ പറയുന്നതാണ് എന്താണ്, നോർമലൈസേഷൻ എന്ന് പറയും. ആ നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളുടെ കൂട്ടത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സൊസൈറ്റി ഓഫ് ന്യൂ ചിൽഡ്രൻ ഓർ സൊസൈറ്റി ബൈ കൊഹീഷൻ എന്ന് പറയും. ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ സൊസൈറ്റി ഓഫ് കൊഹീഷൻ ആണ്. നോർമലൈസേഷന്റെ കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് കേട്ടോ. എന്നിട്ട് ആരൊക്കെ വരുന്നുണ്ട് പ്രാക്ടിക്കൽ ക്ലാസ്സിന്? വരുന്നുണ്ടോ ഈ പ്രാക്ടിക്കൽ ക്ലാസ്സിന്? കഴിഞ്ഞ ക്ലാസ്സില് ഇനി വരണമൊന്നുമില്ലല്ലോ. വേറെ ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾക്ക് വേറെ ഉണ്ടാവില്ല. വരോ? ആരൊക്കെ വരുന്നുണ്ട്? അനില? നോക്കട്ടെ മാം, നോക്കിട്ട് പറയാം. ഒരു വീട് എവിടെയാണ്? എന്റെ വീട് ഇവിടെ ചാലാക്ക മെഡിക്കൽ കോളേജില്ലേ. എന്റെ കുട്ടി, നിനക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. കാരണം അവിടെ നിന്ന് നമ്മുടെ പറവൂർ വരെയും വളരെ എളുപ്പത്തിൽ എത്താം. തിരുവനന്തപുരത്ത് നിന്ന് വരെയും പിള്ളേര് വന്ന് പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്ത് പോകാറുണ്ട്. അല്ല, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നിട്ടുണ്ടായിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ രണ്ടോ അതിൽ കൂടുതലോ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പിള്ളേരുണ്ട്. ഈ മോണ്ടിസോറി മെറ്റീരിയൽസ് ഇല്ലേ, നമ്മള് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. ചില കുട്ടികൾ മിസ് ഞാൻ വീണ്ടും അറ്റൻഡ് ചെയ്തോട്ടെ എന്നൊക്കെ ചോദിച്ചു വരാറുണ്ട്. നമുക്ക് ഓരോരുത്തരും ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പം ചിലവർക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. നിങ്ങള് ഈ കോഴ്സ് കഴിഞ്ഞിട്ട് മോണ്ടിസോറി ടീച്ചിങ് തന്നെയാണ് മെയിൻ ആയിട്ട്, മോണ്ടിസോറി സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസും കാര്യങ്ങളും അവിടെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടൊക്കെ വരും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാം. ഓക്കെ, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അറ്റൻഡ് ചെയ്യാത്തവർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ചെയ്തവരൊക്കെ, ചെയ്യാത്തവരാണെങ്കിൽ മാം 5-6 ആള് പോകുന്നുണ്ട് ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം പോവാൻ ബുദ്ധിമുട്ടായിരുന്നവര് 6 സ്റ്റുഡൻസ് ഇപ്രാവശ്യം പോകുന്നുണ്ട്. അവര്
MT13 കൂടെയല്ലേ MT ഇപ്പോഴത്തെ 13 ഓൾറെഡി ഇങ്ങനെ വരുന്ന ബാച്ചാണ്. MT 12 ഓൾറെഡി പ്രാക്ടിക്കൽ ക്ലാസ് വെച്ചിട്ട് MT 13 റിക്വസ്റ്റ് ആയിരുന്നു ഒന്നും കൂടി പ്രാക്ടിക്കൽ ക്ലാസ് വെക്കാമോ എന്നുള്ളത്. അന്ന് ആർക്കും അധികം പേർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, സം റീസൺസ് കാരണം അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് വീണ്ടും വെച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ റിക്വസ്റ്റ് ചെയ്ത് വെക്കേഷൻ വെക്കണം എന്നായിരുന്നു. പക്ഷെ നമ്മള് ഇങ്ങനെ നൽകിയപ്പോ 2 ദിവസത്തേക്ക് ഒരു വ്യത്യാസം വന്നു. ക്രിസ്മസ് വെക്കേഷനാണ് അവർ ചോദിച്ചത്. പക്ഷെ എന്തോ ഒരു ക്ലാഷ്, ക്രിസ്മസ് വെക്കേഷൻ സമയത്ത് നമുക്ക് ക്ലാസ് വെക്കാനായിട്ട് പറ്റില്ല, അവരുടെ പ്രശ്നം. അങ്ങനെ നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് ഇനിയിപ്പോ ശനിയാഴ്ച പോണവര് ഒന്നും കൂടി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഗ്രൂപ്പിൽ ഇടുകയാണെങ്കിൽ, നമ്മളന്ന് ചെയ്തിരുന്നു. അപ്പൊ പിന്നെ ഫോൺ ഹാങ് ആയപ്പോ വീഡിയോ ഒക്കെ പോയി. ഇനി ഇപ്രാവശ്യം പോണവരൊന്ന് വീഡിയോ എടുത്തിട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് കാരണം കിട്ടും. വൈവയ്ക്ക് മുമ്പായിട്ടേ, അല്ല വൈവേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് നോക്കിക്കോ. കാരണം വൈവേ ചെയ്യാൻ പോകുന്ന മിസ് ചിലപ്പോൾ ഈ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടും അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിലോ അതെ പറയാൻ അതെ പറ്റില്ല. നമ്മള് പിന്നെ റെക്കോർഡൊക്കെ എഴുതിയിട്ടാണ് വന്നത്. അത് കാരണം ഒന്നും കൂടി പരിചയമായി. മെറ്റീരിയൽസ് പറയുമ്പോ റെക്കോർഡ് എഴുതുമ്പോ നമുക്ക് വലിയ പരിചയം ഉണ്ടായിരുന്നില്ല. ഫോട്ടോസ് കാണുന്നുണ്ടെങ്കിലും എന്താ സംഭവം എന്ന് അറിയണ്ടായിരുന്നില്ലല്ലോ. അത് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ വന്നത് നല്ല ഇതായിരുന്നു. നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആയി. ഒന്നും കൂടിയൊക്കെ ഇത്തിരി കൂടി ടൈമൊക്കെ കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ആവായിരുന്നു. മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ മെറ്റീരിയൽസ് കൂടിയടാ, വേഗം സമയം പോയി നമ്മൾ ചെയ്തിട്ട്. മെറ്റീരിയൽസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ പണ്ടുള്ളതിനേക്കാൾ കൂടുതൽ മെറ്റീരിയൽസ് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആക്കിയിട്ടുണ്ട്, കൂടുതൽ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട്. അപ്പോ നമുക്ക് ചെയ്യാനായിട്ട് വെച്ചാല് സാധാരണ മുമ്പൊക്കെ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും പ്രാക്ടിക്കൽ ക്ലാസ് കംപ്ലീറ്റ് ആവാറുണ്ട്. അപ്പോ ഈവനിങ് ആവും. അത്രയും മെറ്റീരിയൽസ് ഉണ്ട്. ഫുഡ് ബ്രേക്കും കൂടി കഴിഞ്ഞ് വരുമ്പോ എന്തായാലും ഈവനിങ് ആവും. അപ്പോ നിങ്ങൾ ഫുഡ് കൂടെ കൊണ്ടുപോരാണെങ്കിൽ, പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നവർ ഫുഡ് ക്യാരി ചെയ്തുകൊണ്ട് വരാണെങ്കിൽ അവിടെ നിന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ, പറഞ്ഞേക്ക്. അല്ലെങ്കിൽ പിന്നെ പുറത്ത് പോയി കഴിച്ച് വരുമ്പോഴേക്കും ടൈം എടുക്കും. ഓക്കെ, അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ നോക്കിയിട്ട് നോക്കി പ്ലാൻ ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞോന്നുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് നെക്സ്റ്റ് ഡേ സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കും. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നോർമലൈസേഷൻ തന്നെ കണ്ടിന്യൂഷൻ ആണ്. നോർമലൈസ്ഡ് ആയിട്ടുള്ള കുട്ടികളിൽ കണ്ടുവരുന്ന ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. റെക്കോർഡൊക്കെ കംപ്ലീറ്റ് ആണോ എല്ലാവരെയും? ഓക്കെ, കിട്ടിയായിരുന്നു അന്ന് പോയിപ്പോ. ഓക്കെ, സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽസ് നമ്മള് അപ്പാറ്റിക്സും ടീച്ചിങ് എയ്ഡ് ആൻഡ് ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഇല്ലേ, അതൊക്കെ ചെയ്തു തുടങ്ങിയോ? കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? കുറച്ചും കൂടി ഉണ്ട്. വൈവയുടെ സമയമാകുമ്പോഴേക്കും കുറച്ചും കൂടി. റെക്കോർഡും അസൈൻമെന്റ് ഒക്കെ കംപ്ലീറ്റ് ആയി. മെറ്റീരിയൽസ് കൂടി ചെയ്തോട്ടോ എല്ലാവരും. കാരണം വൈവയുടെ ടൈമിലേക്ക് ലാസ്റ്റിലേക്ക് പോവണ്ട. കാരണം എക്സാം ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ എന്താണ് ഇതുണ്ടാവും, വൈവേ ചിലപ്പോ അതിന്റെ ഒപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്റ്റഡി ലീവിന്റെ ടൈമിൽ വൈവേ ഉണ്ടാവും. ചിലവർക്ക് വൈവേ കഴിഞ്ഞിട്ടായിരിക്കും എക്സാം, അല്ലെങ്കിൽ വൈവയ്ക്ക് മുമ്പായിരിക്കും എക്സാം. അതങ്ങനെ ചില നോക്കിയിട്ട് അങ്ങനെ ഇരിക്കുള്ളൂ. നിങ്ങൾ നോക്കാട്ടോ. ഓക്കെ മാം. വൈവയുടെ സമയത്ത് അപ്പോ മെറ്റീരിയൽസ് ഒക്കെ നമ്മള് കാട്ടി കൊടുക്കേണ്ടി വരും. നമ്മളിപ്പോ പിങ്ക് ടവർ ആണ് മെയിൻ ആയിട്ട് നമ്മള് ഉണ്ടാക്കിയിരിക്കണത്. പിന്നെ ചെറിയ ചെറിയ മറ്റേ വേർഡ് റീഡിങ് കാർഡ്, പിക്ചർ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. സാൻഡ് പേപ്പർ നമ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ ചെയ്തു. സാൻഡ് പേപ്പർ, ആൽഫബറ്റും, പിക്ചർ വീല്, നമ്പർ വീലൊക്കെ ചെയ്തു. ഫ്രെയിമുകൾ ചെയ്തു. പിന്നെ കളർ ടാബ്ലറ്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ചെയ്യാൻ, ചെയ്തിട്ടില്ല അതുവരെ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കളർ ടാബ്ലറ്റ്സ് തരാട്ടോ. ബീഡ് സ്റ്റെയർ ചെയ്തിട്ടോ? ബീഡ് സ്റ്റെയർ ചെയ്തു. പിരമിഡ് പോലെ. പിന്നെ ബീഡ്സ് സ്ട്രിങ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന്, അത് ചെയ്തിട്ടില്ല. പിന്നെ കളർ ടാബ്ലറ്റ്സ് നമ്മള് പേപ്പർ വെച്ചിട്ട് തന്നെയാണോ കളർ ടാബ്ലറ്റ്സ് ചെയ്യാ? കളറിംഗ് പേപ്പേഴ്സ് ഇല്ലേ? ഓക്കെ ഓക്കെ. നോക്കണോട്ടാ. പിന്നെ നമ്മള് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ലേ. ഗ്ലൂ യൂസ് ചെയ്ത് കളർ ഷെയ്ഡ് വരും.
നമുക്ക് വൈറ്റ് ചാർട്ടില് കളർ അടിച്ചിട്ട് ചെയ്തൂടെ? അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? നോക്ക് നോക്ക്. ആ, നമ്മുടെ മോണ്ടിസോറിയില് പ്രൈമറി സാധാരണയായിട്ട് ആകുമ്പോ കുറച്ചല്ലേ വരുള്ളൂ. ഇതാണ് സാധാരണയായിട്ട് പ്രിഫർ ചെയ്യുന്ന കളർ ബോക്സ്. നമുക്കറിയാലോ, തേർഡ് ആയിരിക്കും അല്ലെ? സെക്കൻഡ് ആണ്. ഇത് പ്രൈമറി, സെക്കൻഡറി കളറിംഗ് ബോക്സ് ആണ് സാധാരണയായിട്ട് പറയുന്നത്. ഇതിൽ 11 കളേഴ്സ് ആണ് വരുന്നത്. ഈ കളേഴ്സ് ഒക്കെ നോക്കി വെക്കുക നിങ്ങൾ. കളേഴ്സ് കാണുന്നില്ലേ? ഒരു കളറിന്റെ ബോക്സ് വെക്കണോ? കാർഡ്ബോർഡ് ബോക്സ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വുഡൻ ബോക്സ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ ഇതാണ് കളർ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. കളേഴ്സ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കളേഴ്സിന്റെയും 2 പീസസ് ആണ് വരുന്നത്. ഇപ്പൊ ഞാനിവിടെ റെഡ് എടുക്കുകയാണെങ്കിൽ കുട്ടിനോട് പറയും റെഡ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവൻ അതിൽ നിന്ന് റെഡ് അവൻ പിക്ക് ചെയ്യാൻ പറ്റണം. ദെൻ 2 സൈഡിലും ആ ഒരു വുഡൻ പീസ് കൊടുത്തിരിക്കുന്ന ആ ഷെയ്ഡ് കുട്ടികളുടെ കയ്യിലേക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ ടച്ച് ചെയ്ത് കഴിഞ്ഞ് ഈ കളർ ഷെയ്ഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ വുഡൻ പീസസ് 2 സൈഡിലും വരുന്നത്. ഓക്കെ, ഇതാണ് കളർ ബോക്സ് അല്ലെങ്കിൽ കളർ ടാബ്ലറ്റ്സ് എന്ന് പറയും. ഇതിന് വുഡൻ പീസ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കാർഡ്ബോർഡ് ഒട്ടിച്ചാലും മതി. അല്ലെങ്കിൽ ഈ നമ്മളെന്താ പറയാ, തന്നെ ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് അത് കിട്ടണമെങ്കിൽ അത് നല്ലതായിരിക്കും. ഉള്ള രീതിയിൽ ചെയ്യാം. കളറിംഗ് ബോക്സ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇത് ചെയ്തിട്ട് വരണല്ലേ? അടുത്ത ക്ലാസ്സിലേക്ക് വേണ്ട, നെക്സ്റ്റ് ക്ലാസ്സിലേക്ക്. അടുത്ത തിങ്കളാഴ്ചയല്ലേ? അപ്പൊ കറക്റ്റ് ആയിട്ട് ഷെയ്ഡുകൾ നോക്കി കണ്ടുപിടിക്കുക. കളർ പേപ്പേഴ്സ് കിട്ടും. എനിക്ക് തോന്നുന്നു 5 rupees ആണ് തോന്നുന്നു ഷീറ്റിൽ വരുന്നത്. നോക്കിയിട്ട് നിങ്ങൾ ഈ കളേഴ്സ് സെലക്ട് ചെയ്ത് വാങ്ങിക്കുക. എന്നിട്ട് കട്ട് ചെയ്തൊരു കാർഡ്ബോർഡിനുള്ളിൽ തന്നെ പേസ്റ്റ് ചെയ്യണമെങ്കിൽ ഒട്ടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കുറച്ച് കനമുണ്ടെങ്കിൽ, കനത്തിലാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. താങ്ക് യു മാം.